കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്ന നിർമ്മാണ രംഗത്തെ പ്രതിസന്ധികളാണ്. സാധാരണക്കാർക്ക് ഒരു മനുഷ്യൻ സ്വപ്നം കാണുന്നത് അവനൊരു സ്വന്തമായൊരു വീടെന്നാണ്. നമുക്ക് ഇന്ന് മറ്റ് ഭൗതിക സാഹചര്യങ്ങളൊക്കെ വലിയ രീതിയിൽ നമുക്ക് ലഭിച്ചിരുന്നു. പണ്ട് ഭക്ഷണം നമുക്കൊരു അവിഭാജ്യ ഘടകമായിരുന്നു. പക്ഷേ ഇന്ന് ഭക്ഷണം അങ്ങനെ അവിഭാജ്യ ഘടകം അല്ലാതായി മാറിയിട്ടുണ്ട്. അപ്പോൾ പട്ടിണി കിടക്കാവുന്ന ഒരു അവസ്ഥ നമുക്കില്ല. വസ്ത്രത്തിൻ്റെ കാര്യത്തിന് നമ്മൾ വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഭവനം എന്ന കാര്യത്തിൽ ഇന്നും നമ്മളൊരു പൂർണ്ണമായ ഒരു സ്വയം പര്യാപ്തയിലേക്ക് എത്തിയിട്ടില്ല. എല്ലാവർക്കും വീട്, കാരണം ഓരോ അണുകുടുംബങ്ങളാണല്ലോ. പഴയ പോലെ എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഇല്ലാതായി അണുകുടുംബങ്ങളാകുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു കൊച്ചു വീട് എന്ന സ്വപ്നം മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെയുണ്ട്. കല്യാണമൊക്കെ കഴിച്ചൊരു കുഞ്ഞാവുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഒരു കൊച്ച് സെപ്പറേറ്റ് മാറണം എന്നാഗ്രഹിക്കുന്ന അവരവരിലേക്ക് ഒതുങ്ങുന്ന ഒരു മനുഷ്യ മനസ്സാണെന്നുള്ളത്. പക്ഷെ വീടെന്ന സ്വപ്നം ഇപ്പോഴും ഒരു വലിയ പെട്ടെന്ന് യാഥാർത്ഥ്യമാകാൻ കഴിയാത്തത്ര തരത്തിൽ അതിൻ്റെ നിർമ്മാണ രംഗം പ്രതിസന്ധിയുണ്ട്. വലിയ ഒരു 1000 സ്ക്വയർ ഫീറ്റിലൊരു വീട് ഒരാൾക്ക് നിർമ്മിക്കണമെങ്കിൽ മിനിമം 25 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ പണ്ട് ഒരു സ്ട്രക്ചർ തീരാൻ 200 രൂപയാണെങ്കിൽ ഇന്ന് 1200 1300 രൂപ സ്ട്രക്ചറിന് മാത്രം. അതിനുശേഷമാണ് ഭീമമായ തുക ഫിനിഷിങ്ങിന് വേണ്ടി വരുന്നത്. അപ്പോൾ സാധാരണക്കാരുടെ ഈ വീടെന്ന സ്വപ്നത്തിലേക്ക് നടന്നു കയറുമ്പോൾ ഉണ്ടാകാവുന്ന നിർമ്മാണ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വിലക്കയറ്റവും ആ മേഖല നേരിടുന്ന പ്രതിസന്ധികളുമാണ് നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. എങ്ങനെ ഇതിനെ മറികടന്നുകൊണ്ട് കൊച്ചു വീടുകൾ നമുക്ക് നിർമ്മിക്കാം എന്നുകൂടി നേർരേഖ അന്വേഷിക്കുകയാണ്. വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള 3 പേരാണ് ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതിനകത്തൊരു പ്രധാനപ്പെട്ട ആൾ നമ്മുടെ ഈ കോറി ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് യു സെയ്ദാണ്. ഈ കോറികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിൽ കോറി മാഫിയ എന്നൊക്കെയാണ് വരിക. സത്യത്തിൽ ഈ കരിങ്കല്ലില്ലെങ്കിൽ ചെങ്കല്ലില്ലെങ്കിൽ നമ്മൾ എങ്ങനെ കേരളത്തിൻ്റെ ഒരു പരിസ്ഥിതി വെച്ച് എങ്ങനെ വീട് നിർമ്മിക്കുമെന്ന ചോദ്യം ആദ്യം തന്നെ ഉയരുകയാണ്. രണ്ടാമത് ഭാസ്കരൻ വെള്ളൂർ, അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തകരാണ്. ഈ പറയുന്ന കോറി മാഫിയ, മണൽ മാഫിയ എന്ന ഒരു വിഭാഗത്തിനെതിരെ, അങ്ങനെ ആ പേര് അവർക്ക് വന്നു കഴിഞ്ഞു, അതിനെതിരെ സന്ധിയില്ല സമരം നടത്തുന്ന ഒരാളാണ് ശ്രീ ഭാസ്കരൻ വെള്ളൂർ. വേറെ ഒരാൾ വന്നിരിക്കുന്ന ആർക്കിടെക്ട് അശ്വന്ത് AR ആണ്. എങ്ങനെ ചുരുങ്ങിയ ചെലവിൽ ഭംഗിയിൽ ഒരു വീട് നിർമ്മിക്കാം, ആർക്കിടെക്ട് എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് വെച്ച് നമ്മോട് സംവദിക്കും. 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം മുതിർന്ന പൗരൻ എന്ന നിലക്കും ഈ കോറി തൊഴിലാളികളുടെ സംസ്ഥാന പ്രസിഡന്റ് സെയ്ദിനോട് ചോദിക്കുകയാണ്. നിർമ്മാണ മേഖലയിൽ ഇപ്പോൾ ഈ പറയുന്ന അസംസ്കൃത വസ്തുക്കൾ ഒരു പ്രധാന സാധനമാണ് കരിങ്കല്ല്. കാരണം നമ്മുടെ ഫൗണ്ടേഷന് കേരളത്തിൻ്റെ ഒരന്തരീക്ഷത്തിൽ അനിവാര്യമായി വരുന്ന ഒന്നാണ് കരിങ്കല്ല്. അതിൻ്റെ ലഭ്യത ഇപ്പോൾ എങ്ങനെയാണ്? അതിൻ്റെ ഒരു 10 വർഷം കൊണ്ട് അതിനകത്തുണ്ടായ വിലക്കയറ്റവും അതിൻ്റെ ഒരു വില സൂചികയും എങ്ങനെയാണ്? നമ്മൾ ആ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ ചുരുങ്ങിയ വാക്കുകൾ, സമയപരിധിയിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് സംസാരിക്കാം. 40 മിനിറ്റ്. ഇതിനൊരു ടൈം റെസ്ട്രിക്ഷൻ എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ഈ അടുത്ത കാലത്തായിട്ട് ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റ് വായിക്കാം. 3476 കോടികൾക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്ന വർഷം, അതായത് 2015-16 കേരളത്തിൽ ലീസും പെർമിറ്റും ഉണ്ടായിരുന്നത്. എന്നാൽ 2023-24 ആവുമ്പോൾ ലീസും പെർമിറ്റും ഉള്ള കോറികളുടെ എണ്ണം 561 ചുരുക്കാൻ സർക്കാരിന് സാധിച്ചു. എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നെഞ്ചു പിളരുന്ന പണിക്ക് സർക്കാർ ഇല്ല എന്ന് പറഞ്ഞു എന്ന് പരിസ്ഥിതിവാദികൾ പറയും. പ്രളയത്തിന് മുമ്പ് 2016 മുതൽ 2018 വരെയുള്ള കാലയളവിൽ ഒരു വർഷം ശരാശരി 88 കോറികൾക്ക് അനുമതി നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു വർഷം ശരാശരി 45 കോറികൾക്ക് മാത്രമാണ് അനുമതി നൽകി വരുന്നത്. ഇത് നമ്മളെ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് കൃത്യമാണ് നമ്മളെ കോറിയുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. കേരളത്തിൽ മൊത്തം എത്ര കോറികളാണ് ഉണ്ടായിരുന്നത്? ഈ നമുക്കിപ്പം കണ്ണൂർ ജില്ല എടുത്താൽ 54 കോറികൾ ഇപ്പം ലൈസൻസ് ഉള്ള കോറികൾ. ലൈസൻസ് ഇല്ലാത്തതോ? ലൈസൻസ് ഇല്ലാത്തത് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. എവിടുന്ന് കൊണ്ടുപോകുന്നു എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അത് എനിക്ക് തോന്നുന്നു ശ്രീ ഭാസ്കരൻ വെള്ളൂരിന് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് എങ്ങനെ വർക്ക് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിനെയും നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല. കാരണം
ഞങ്ങളൊക്കെ പേടിച്ചിട്ടാണ് ഈ വെടിമരുന്നൊക്കെ കൈകാര്യം ചെയ്യുന്നത്. വെടിമരുന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പിന്നെ നിയമത്തിൻ്റെ കീഴിലുള്ള സംഗതിയാണ്. അത് അതിനൊരു ഒരുപാട് ഈ വെടിമരുന്ന് ഉപയോഗിച്ച് മാത്രമേ ഇത് പൊട്ടിക്കാൻ കഴിയൂ, വേറെ ആധുനിക സാങ്കേതിക വിദ്യകളൊന്നും ഇല്ല. ഇപ്പോഴതിന് പിന്നെ നമ്മുടെ നാട്ടിലെ പാറ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹാർഡായിട്ടുള്ളതാണ്. ആ ഹാർഡ് റോക്കിൽ നമുക്ക് മറ്റ് സംവിധാനം ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഈ മരുന്നൊക്കെ ഒഴിച്ച് വെച്ച് എന്നിട്ട് അത് 24 മണിക്കൂർ വെച്ചിട്ട് പാറ വിണ്ട് കീറി അത് പൊട്ടിച്ചെടുക്കുന്ന ഒരു രീതി ഇപ്പോൾ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ അത് ഇത്രയും വലിയ മലയിൽ കൊണ്ടുപോയിട്ട് അത് പ്രായോഗികമല്ല. അത് ഒരു കല്ലുണ്ടെങ്കിൽ നമ്മുടെ എവിടെയെങ്കിലും ഒരു വീട്ടിൻ്റെ സൈഡിൽ ഒരു കല്ല് കണ്ട ആ കല്ല് അത് രീതിയിൽ വലിയ മലകളൊന്നും അങ്ങനെ പൊട്ടിക്കാൻ കഴിയില്ല. മലയിൽ അത് പ്രായോഗികമല്ല. നമ്മൾ ഈ വെടിമരുന്ന് ഉപയോഗിച്ച് ബ്ലാസ്റ്റ് ചെയ്ത് പൊട്ടിച്ചേ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് ഇപ്പം കണ്ണൂർ 54 കോറികൾക്ക് പെർമിറ്റ് ഉണ്ടെങ്കിലും വർക്ക് ചെയ്യുന്നത് ശരാശരി 15-ൽ താഴെയാണ്. അതിലെന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ പേപ്പർ എടുത്ത് നമ്മൾ തുറക്കുമ്പം തന്നെ കോറിയെ സംബന്ധിച്ച് പുതിയ നിയമങ്ങളാണ് വരുന്നത്. ആ ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ ഇപ്പം കർണാടകത്തിലേക്കും പിന്നെ തമിഴ്നാട്ടിലേക്കും ചേക്കേറി കഴിഞ്ഞു. ഈ കോറി മേഖലയിൽ അവർ ഭയപ്പെടുന്നു ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ. കാരണം ഈ നമുക്ക് കർണാടകത്തിൽ ഇപ്പം പിന്നെ ഗവൺമെൻറ് ആൾക്കാരെ വിളിക്കുക, നിങ്ങൾ വാ, നിങ്ങൾ പൊട്ടിച്ചോ, നിങ്ങളെ കോറിയുടെ അടുത്ത് സ്ഥലമുണ്ടെങ്കിൽ ഞങ്ങൾ 5 ഹെക്ടർ കൂടി നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് കോറിക്കാരെ വിളിക്കുകയാണ്. ഇവിടെ എന്താ സംഭവം? ഗവൺമെൻറ് സ്പോൺസേഡ് കോറിയുടെ എണ്ണം കുറച്ചു എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് കുറക്കാൻ പറ്റി എന്നാണ് നമ്മളെ ഉത്തരവാദപ്പെട്ട ആൾ തന്നെ പറയുന്നത്. മനസ്സിലായോ? അപ്പം ഇവിടെ വിലയുടെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം കരാറുകാർ ഈ ഞങ്ങളുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടഞ്ഞ് നിൽക്കാറുണ്ട് വിലയുടെ കാര്യത്തിൽ. വിലയുടെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ 1-2 ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മളെ ജില്ലയിൽ 4 മണിക്കൂർ ലോറി ഓടാൻ പാടില്ല. രാവിലെ 8 മണി മുതൽ 10 മണി വരെ, അതുപോലെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ. അപ്പം നമുക്ക് 4 മണിക്കൂർ നഷ്ടമായി. അപ്പം ആ 8 മണിക്കൂറിൻ്റെ പൈസ അവർക്ക് കൊടുക്കുമ്പം അവർ വർക്ക് ചെയ്യുന്നത് 4 മണിക്കൂറാണ്. രണ്ടാമതൊരു വിഷയം അത് പറയുന്ന പറഞ്ഞാൽ റോഡിൽ അപകട സാധ്യത ഈ മരണ വണ്ടിയല്ലേ ടിപ്പർ വരവ് എന്ന് പറഞ്ഞാൽ ആള് ജീവനം കൊണ്ട് ഓടണ്ടേ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അങ്ങനെയാണെങ്കിൽ കല്ല് തെറിച്ചു വീണ് മരിക്കും. ടിപ്പർ ലോറിയുടെ ബാക്കിൽ കാറായിട്ട് പോയാൽ ചിലപ്പോൾ കാറിന്റെ ശ്രദ്ധയിൽ 2024 സ്റ്റാറ്റിസ്റ്റിക്സ് വെക്കുകയാണ് നമ്മുടെ പിന്നെ പോലീസ് വകുപ്പ് പുറപ്പെടുവിച്ച. അതിൽ ടിപ്പർ 45 ആക്സിഡൻ്റാണ് 2024 ഉണ്ടായി. ഒരു വർഷം 2024 അത് ടിപ്പർ ലോറി. അതേസമയം KSRTC ബസ് 124 ആക്സിഡന്റ്. ലോറി സാധാരണ ലോറി 312 ആക്സിഡന്റ്. ടിപ്പർ ആക്സിഡന്റ് പെട്ട ആളെപ്പോഴും ഓട്ടോറിക്ഷ 255 ആക്സിഡന്റ്. നമുക്കിത് നോക്കിയാൽ ഈ ടിപ്പർ 45 ആക്സിഡന്റ് വരുത്തിയിട്ടുണ്ട്. നമ്മളെ സ്കൂൾ സമയത്താണ് നമ്മളെ ഗ്യാസ് ടാങ്കർ ഓടുന്നത്. നിയന്ത്രണം ഉണ്ടോ? ഇല്ല. അപ്പം ഈ ഇത്രയും വലിയ ഭാരം കയറ്റിയിട്ട് പോകുന്ന ടിപ്പറിന് അങ്ങനെ നിയന്ത്രണം വെച്ചുകൊണ്ട് എന്താ കാര്യം? നമുക്ക് തിരിച്ചു വരാം. ഭാസ്കരൻ പിള്ളൂർ, നമുക്കിപ്പം നിങ്ങൾ ഈ കണക്കുണ്ടല്ലോ, കോറികൾക്കെതിരെ സർക്കാർ നടത്തുന്ന കടുത്ത നിയന്ത്രണങ്ങൾ 54 കോറിയിൽ നിന്ന് 15 കോറിയായി കുറഞ്ഞിരിക്കുന്നു. കേരളത്തിലൂടെ നീളം കോറികൾ കുറഞ്ഞു വരുന്നു എന്ന് മന്ത്രി അവകാശപ്പെടുന്നു. എങ്ങനെയാണ് ഈ അവകാശങ്ങളെ കാണുന്നത്? അത് പരിസ്ഥിതിക്ക് ഗുണമാണോ? സാധാരണക്കാരനെ ഇതെങ്ങനെ ബാധിക്കും? ഒരു പരിസ്ഥിതി പ്രവർത്തകൻ, ഒരു ഗൃഹനാഥൻ വീട് നിർമ്മിച്ചിട്ടുണ്ടല്ലോ അല്ലേ? വീടിനെ കരിങ്കല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യെസ്. അപ്പോൾ താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? ഒന്ന്, ഇപ്പോൾ ഈ മന്ത്രി എഴുതി കൊടുത്ത, ഇദ്ദേഹത്തിന് പ്രസിഡന്റിന് എഴുതി കൊടുത്ത ഈ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അത് അക്യുറസി അല്ല. അതിന് യാതൊരു അക്യുറസി നമ്മൾക്കും ഡാറ്റയുണ്ട്. നമ്മുടെ കയ്യിൽ ഡാറ്റ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊക്കെ വലിയ വ്യത്യാസം വരുന്നുണ്ട്.
അപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് നമ്മുടെ നാട്ടിൽ ചെറുകിട കോറികളുണ്ടായിരുന്നു, ചെറിയ ചെറിയ കോറികളുണ്ടായിരുന്നു. ആ ചെറിയ ചെറിയ കോറികളിൽ നിന്ന് പൊട്ടിച്ചിരുന്നു. ചിലവർ അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ലൈസൻസ് പിന്നെ അവർക്ക് പെർമിഷൻ തന്നെ വലിയ ഇതായിട്ട് കൊടുക്കുന്നുള്ളൂ. അധികം പൊട്ടിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് പരിസ്ഥിതി പ്രവർത്തകർ അവിടെ പോകുന്നത്. അല്ലാണ്ട് നമ്മൾ ഒരു കോറി പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ടോട്ടലി ബാൻ എന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ പോയിട്ടില്ല. നമ്മൾ വെച്ചാൽ ഒരു മലയെ, ഒരു പ്രദേശത്തെ കണ്ടമാനം ചൂഷണം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും അവിടെ പരിസരങ്ങളിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയും ഇതിൻ്റെ ഈ പ്രകമ്പനം കൊണ്ട് ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളും ഇതൊക്കെയാണ് ഞങ്ങൾ എടുത്തു കാണിച്ചത്. അപ്പം നിയന്ത്രണം വന്നേ മതിയാകൂ എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ടോട്ടൽ ബാൻ നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ചെറുകിട ക്വാറികളെല്ലാം പൂട്ടി എന്നുള്ളതാണ്. ഈ ചെറുകിട ക്വാറികൾ പൂട്ടിയ സമയത്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ വലിയ വൻകിട മാഫിയകൾ തന്നെ, എൻ്റെ ഭാഷയിൽ ഞാൻ പറയാം, വലിയ ആളുകൾ ഈ രംഗത്തേക്ക് വരികയും അവർ ഒരു 3 ടയർ പിന്നെ ആക്ടിവിറ്റീസ് ആണ്. ഒന്ന് ക്വാറി, പിന്നെ ക്രഷർ, പിന്നെ മിക്സിംഗ് യൂണിറ്റ്, ടാറിംഗ് യൂണിറ്റ്. ഇത് കംപ്ലീറ്റ് കോൺട്രാക്ട് സാധനങ്ങളാണ്. വേണം. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഈ കോറി അസോസിയേഷനിലെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. അവരാണ് ഈ മെറ്റീരിയൽ, നിങ്ങൾ പറഞ്ഞ പോയിന്റ് വെച്ചാണ് ഞാൻ പറയുന്നത്. സാധാരണക്കാർക്ക് മെറ്റീരിയൽ കിട്ടാനില്ല എന്ന് പറയുമ്പം സാധാരണ വീടുകൾ കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ സപ്ലൈ ചെയ്തിരുന്ന ചെറിയ ചെറിയ കോറികളൊക്കെ പിന്നെ ഇല്ലാതായി. വലിയ സംഭവം വന്നു. ഈ വലിയ സംഭവം നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചെറിയ പീടി ഒഴിച്ച് മാളുകൾ വരുന്നതിന് തുല്യമാണത്. ഇപ്പൊ എല്ലായിടത്തും മാളുകൾ എന്ന് പറഞ്ഞതുപോലെ എളുപ്പത്തിൽ കിട്ടുക എന്നുള്ളതാണ്. വലിയ എളുപ്പത്തിൽ കിട്ടും. പക്ഷെ വലിയ തോതിൽ ഏതൊരാളും ആഗ്രഹിക്കുക നമ്മളെ നിർമ്മാണങ്ങളൊക്കെ എളുപ്പത്തിൽ. ഇപ്പൊ സാധനം വീട് നിർമ്മാണം നടക്കുന്നു, ഒറ്റ വിളിക്ക് മിക്സ് ചെയ്ത് ഈ സാധനം കൊണ്ടുവരുന്നു, മിക്സർ വരുന്നു, അടിച്ച് കോൺക്രീറ്റ് ചെയ്യുന്നു, പോകുന്നു. ഈ ലെവലിലാണ് ഇപ്പോൾ ആളുകൾ ആഗ്രഹിക്കുന്നത്. കൊച്ചു വീടുകൾക്ക് പോലും അങ്ങനെയുള്ള സൗകര്യങ്ങൾ ആളുകൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ അതാവുമ്പോൾ ചെലവും ചുരുങ്ങുന്നുണ്ട്. നമുക്ക് ആർക്കിടെക്റ്റിനോട് ചോദിക്കാം. എന്തായാലും അങ്ങനെയുള്ള സൗകര്യങ്ങൾ വേണമല്ലോ നാട്ടിൽ. സൗകര്യങ്ങൾ വേണ്ട സമയത്ത് തന്നെ ഈ പിന്നെ വലിയ പിന്നെ ഡൽഹി ബേസ്ഡ്, ബോംബെ ബേസ്ഡ് ഉള്ള വലിയ മെറ്റീരിയൽ പിന്നെ ഇൻസ്ട്രുമെന്റ്സും അവരുടെ എക്യുപ്മെന്റ്സും ഇൻഫ്രാസ്ട്രക്ചറൊക്കെയുള്ള വലിയ കമ്പനികൾ വന്നിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് തനത് മുഴുവൻ ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ എന്ന് ഞാൻ പറയുന്നത് പോലെ ചെറിയ ചെറിയ കോറികൾക്കൊന്നും നിൽക്കാൻ പറ്റാണ്ടായി. സർക്കാർ എന്ത് ചെയ്യുന്നു, അവർക്ക് മാത്രമാണ് അതിന് വേണ്ടുന്ന അലവൻസ് ഒക്കെ കൊടുക്കുക. കാരണം അതിൽ ഒരു വലിയ സാമ്പത്തികമായിട്ടുള്ള വലിയ കറക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കത് ഒഴിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഹൈവേ നിർമ്മിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മെറ്റീരിയൽസ് മുഴുവനും അത്തരം രീതിയിലേക്കാണ് പോകുന്നത്. അപ്പം ചെറിയ ഒരു വീട് കെട്ടുന്ന സമയത്ത് അവർക്ക് മെറ്റീരിയൽസ് കൊടുക്കാൻ അവർക്ക് താല്പര്യവുമില്ല. അങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം നിർമ്മാണ മേഖല എന്ന് പറയുന്നത് അത് പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ സർക്കാർ അതിൽ അടിയന്തരമായിട്ട് ഇടപെടേണ്ടതാണ്. മറ്റൊന്ന് വെച്ചാൽ ഞാൻ എല്ലാം ഇത്തരം ചർച്ചകളിലും പറയുന്നത്, നമ്മുടെ ഒരു വീട് എന്നുള്ള കൺസെപ്റ്റിന്റെ ഒരു പാരാമീറ്റർ മാറേണ്ടിയിരിക്കുന്നു. ഇനിയും ഈ വലിയ തോതിൽ 2-3 ആളുകൾ ജീവിക്കാൻ വേണ്ടിയിട്ട് 10 സ്ക്വയർ ഫീറ്റുള്ള 1000 കണക്കിന് അതിന്റെ ആവശ്യമില്ല. അതൊക്കെ വേസ്റ്റായി മാറുകയാണ്. മനുഷ്യന്മാരില്ല വീടുകളിൽ. കുറെ പേര് പിന്നെ പുറത്തേക്ക് പോയി. പിന്നെ ആകെ വയസ്സായ അച്ഛനമ്മയും മാത്രമാണ്. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഈ സൗധങ്ങൾ കെട്ടിപ്പൊക്കുന്നത്. അപ്പൊ അങ്ങനെ സൗധങ്ങൾ വേണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. വീടിന്റെ നിർമ്മാണത്തിൽ നമുക്ക് ഒരു ആനുകാലികമായിട്ടുള്ള മാറ്റം വന്നില്ലെങ്കിൽ എത്ര കരിങ്കല്ല് കിട്ടിയാലും മതിയാവാത്ത. ശരി, നമുക്ക് അശ്വന്തേ, ഇവർ രണ്ടുപേരും പറഞ്ഞ് കരിങ്കല്ലല്ലാതെ ഫൗണ്ടേഷന് വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ലഭ്യമാണ്? ഓൾട്ടർനേറ്റീവ് മെറ്റീരിയൽസ് ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് നമുക്കൊന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് ACC എന്ന് പറയുന്ന സാധനം. അത് ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ആണ്. ദാറ്റ് ഈസ് നമ്മൾ ഈ കരിങ്കൽ കോറിന്റെയും മറ്റേ സാധനത്തിന്റെ എല്ലാം ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന സാധനമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമെന്റ് വേസ്റ്റും വെച്ചിട്ട് ചെയ്യുന്നതാണ്. അതിന്റെ വേസ്റ്റ് ബൈ പ്രോഡക്റ്റ് എടുക്കുന്നില്ല. നെക്സ്റ്റ് സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മണ്ണ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇതിനെ എഡോബി ബ്രിക്സ് എന്ന് പറയും. അത് കംപ്രസ്ഡ് എർത്ത് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ അകത്ത് തന്നെ വരുന്നത് CSEB എന്ന് പറഞ്ഞ സാധനം കൂടി വരും. ദറ്റ് ഈസ് കംപ്രസ്ഡ് സ്റ്റെബിലൈസ്ഡ് എർത്ത് ബ്ലോക്സ് എന്ന് പറയാം, CSEB. സോ അതും നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ മേജർ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിഗ് ഔട്ട് ചെയ്യുന്ന സെയിം സോയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ കംപ്രസ് ചെയ്ത് ചെയ്യാൻ പറ്റുക. ലിറ്റിൽ നോളേജും പിന്നെ നമ്മൾ പണ്ട് യൂസ് ചെയ്ത ചുണ്ണാമ്പൊക്കെ വെച്ചിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. എക്സ്ട്രീംലി സ്റ്റേബിൾ സാധനങ്ങളാണിത്. ഇത് നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അത് ഉപയോഗിക്കാത്ത സാധനം എന്ന് വെച്ചാൽ എല്ലാവരും നിങ്ങൾ പറഞ്ഞ പോലെ ഈസിയർ മെത്തേഡ്സിലേക്ക് പോയിരിക്കുകയാണ്.
ഓക്കെ. അപ്പോൾ ആ മെത്തഡോളജി ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് എന്താ റെഡിലി അവൈലബിൾ സാധനങ്ങൾ നിങ്ങൾക്ക് എന്താ വേണ്ടുന്നത്, പെട്ടെന്ന് വീട് നിർമ്മാണം കഴിയണം, എനിക്ക് 1 വർഷത്തിൽ തീരണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പം അതിപ്പോൾ 1 വർഷത്തിൻ്റെ ചിലപ്പോൾ 1.5 വർഷത്തിലേക്ക് നീളും. കാരണം നമ്മൾ ആ സോയിൽ തന്നെ എടുത്തിട്ട് ആ സോയിലിനെ തന്നെ ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബേസ്മെൻറ്റ്സും ഫൗണ്ടേഷനും ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൗണ്ടർ പാർട്സ് പറഞ്ഞ പോലെ ക്വാറി എന്ന് പറയുന്നത് ഒരൊരാൾ സാധനം ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു സാധനമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ പരിസ്ഥിതി പറഞ്ഞ പോലെ. സോ ഇപ്പം നമുക്ക് ഗ്ലോബൽ വാർമിംഗ് എല്ലാം വരുന്നത്, നമ്മളെല്ലാ വീട്ടിലും AC ഉണ്ട്. വൈ ഇസ് ദാറ്റ്? അതെന്തുകൊണ്ടാണ്? അത് വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ജാസ്തിയാണ്. എന്തുകൊണ്ട് ഈ ടെമ്പറേച്ചർ ജാസ്തിയാകുന്നത്? ഈ ഫോറസ്റ്റ് എല്ലാം കട്ട് ഡൗൺ ചെയ്തിട്ട് ഇല്ലീഗൽ മൈനിങ് ചെയ്യുമ്പം, അതേപോലെ തന്നെ ബ്ലാസ്റ്റിങ് ചെയ്യുമ്പം, അപ്പം നമുക്കും ഉണ്ട് ക്വാറി ബേസ്ഡ് ക്ലയൻസ്, അവർക്കും നമ്മൾ വലിയ വീട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാത്തിൻ്റെ അകത്ത് വെച്ചാൽ എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഈ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു ബോധവൽക്കരണം നിങ്ങൾ ആർക്കിടെക്ടുമാർ നൽകാറുണ്ട്? ഡെഫിനറ്റ്ലി. അപ്പോൾ ഇതിനകത്ത് എഗെയിൻ നമുക്ക് മേജറായിട്ട് ചെയ്യേണ്ട സാധനം എന്ന് വെച്ചാൽ നമ്മളൊരു ഡിസൈനറിനെ ഒരു മീറ്റിംഗിൽ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു കൺസൾട്ടേഷന് പോകുമ്പം യുവർ മൈൻഡ്, നിങ്ങളുടെ മനസ്സ് ഷുഡ് ബി ഓപ്പൺ ടു പുതിയ സാധനങ്ങൾ. അത് നിങ്ങൾക്ക് പഴയ രീതിയിൽ തന്നെ പോകണം, എൻ്റെ പഴയ കോസ്റ്റ് തന്നെ വേണം എന്ന് പറഞ്ഞാൽ അത് സെൻസ് ഇല്ലാത്ത പുതിയ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് എത്ര ശതമാനം കൂടാൻ സാധ്യത? നിങ്ങൾക്ക് കുറയോ ചെയ്യാം. 30 to 40% നമുക്ക് കുറയ്ക്കാൻ കഴിയും. നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഈ AAC ബ്ലോക്കും നിങ്ങൾ ലാറ്ററൈറ്റ് സ്റ്റോൺ അടിപൊളി സാധനമാണ്. അത് ഭയങ്കര പോറസ് മെറ്റീരിയലാണ്. അതിൻ്റെ മേലെ നിങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പോറോസിറ്റി ഫുൾ പോയി, അതിൻ്റെ എഫക്റ്റ് ഫുൾ കഴിഞ്ഞു. നമ്മൾ പണ്ട് കാലത്ത് ചെയ്തത് ഈ ലാറ്ററൈറ്റ് കല്ലിൻ്റെ മേലെ ചുണ്ണാമ്പാണ് തേച്ചിരുന്നത്. എന്തുകൊണ്ടാണ്? ചുണ്ണാമ്പിൻ്റെ അകത്തൂടെ കാറ്റ് കിടക്കും, ചെറിയ രീതിയിൽ പോറസ് ആണത്. ഇപ്പം നിങ്ങൾ സിമെൻറ്റ് വെച്ച് പോർട്ട്ലാൻഡ് സിമെൻറ്റ് വെച്ച് തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങൾ കല്ലല്ല നിങ്ങൾ എന്തിട്ട് കഴിഞ്ഞാലും അതിൻ്റെ എഫക്റ്റ് ഫുള്ളി ഗോണാണ്. മാത്രമല്ല ആരും കാണാനും പോകുന്നില്ല. അല്ല, സെക്കൻഡ് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും 2 സർഫസും ക്ലീൻ ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സർഫസ് ചെത്തിച്ച് നിങ്ങൾക്ക് ഇത് പ്ലാസ്റ്ററിംഗ് തിക്നെസ് ജാസ്തിയാവും. അതിൻ്റെ പകരം നിങ്ങൾ AAC ബ്ലോക്കോ അല്ലെങ്കിൽ ഇപ്പം വരുന്നത് പാനൽസ്, റെനോക്കോണൊക്കെ പറയുന്നത് പാനൽസ് ഉണ്ട്, 75 mm തിക്കായിട്ടുള്ള പാനൽ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നിങ്ങൾക്ക് പോവാം. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേപ്പ് ഒട്ടിച്ചിട്ട് അതിന് ഒരു ലെയർ പൊട്ടി അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പണി കഴിഞ്ഞു. യു ഡോ നോട്ട് ഹാവ് ടു സ്പെൻഡ് ഒരുപാട് കോസ്റ്റ് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് പ്ലാസ്റ്റർ ചെയ്യാനും ലെവൽ ചെയ്യാനും വേണ്ടിയിട്ട്. അവിടെ നിങ്ങൾ ടൈം സേവ് ചെയ്ത് നിങ്ങൾ വെയിറ്റ് കുറച്ച്, ഇപ്പോൾ നിങ്ങൾ ഓവറോൾ സ്ട്രക്ചറൽ ലോഡ് കുറഞ്ഞ്, നിങ്ങൾ താഴത്തെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന സാധനം കുറഞ്ഞു. അപ്പോൾ ഇത്രയും ലെവലിൽ നിങ്ങൾ മെയിനായിട്ട് സാധനം എന്താണെന്ന് വെച്ചാൽ പുതിയൊരു വീട് എടുക്കുമ്പോൾ പുതിയ യുഗത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കുക, ലൈറ്റർ വെയിറ്റ് മെറ്റീരിയൽ എടുക്കുക. നിങ്ങളെ മക്കൾ ചിലപ്പോൾ ഈ വീട് ഉപയോഗിച്ചെന്ന് വരില്ല. ഒരു വീട് നമ്മൾ പണ്ട് കാലത്ത്, ഞാൻ നിൽക്കുന്നത് എൻ്റെ ആൻസിസ്ട്രൽ ഹൗസിലാണ്. ദാറ്റ് ഇസ് മോർ ദാൻ 70 years old. ഇപ്പോഴത്തെ ശരാശരി ഇപ്പം നമ്മൾ നിർമ്മിക്കുന്ന വീടുകളുടെ ആയുസ് എത്രയാണ്? നിങ്ങൾക്ക് മാക്സിമം ഗ്യാരണ്ടി തരാൻ പോകുന്നത് 30 years മാക്സിമം. 30 years എന്തായാലും ഒരു ഫാമിലിയോട് ഈ 30 വർഷം ആകുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും തലമുറ അവിടെ ജീവിക്കുന്നില്ല. ശരി, നമുക്ക് തിരിച്ചു വരാം. സൈദ് ഭായ്, ഈ ഒരു ചിന്തയുണ്ടല്ലോ, ഇപ്പം ഈ പറഞ്ഞ ചിന്ത, ഈ നിങ്ങളിലൊക്കെ കോറി നടത്തുമ്പോൾ ഈ കരിങ്കല്ലെടുത്തിട്ട് ബാക്കി പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഇത്തരം കാര്യങ്ങൾക്ക് പോകുന്നുണ്ടോ? അതിൻ്റെ ബാക്കി ബൈ പ്രൊഡക്റ്റുകൾ അവിടെ ഒരു പ്രശ്നം പറയും. ഞാൻ ഇപ്പം നമ്മുടെ ഭാസ്കരൻ വെള്ളൂർ പറഞ്ഞൊരു കാര്യം, അതായത് ചെറിയ കോറികളെല്ലാം പൂട്ടിപ്പോയി എന്നുള്ളത്, വലിയ ആൾക്കാർ കൈയടക്കി എന്നുള്ള ഒരു ഭാഷയിലാണ്. കാരണം എന്താ, പണ്ട് നമ്മളൊരു 10 സെൻറ്റ് ഭൂമി ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് കല്ല് പൊട്ടിച്ചെടുക്കാം, ആ 10 സെൻറ്റ്. പക്ഷേ ഇന്ന് നമ്മുടെ നിയമം പറയുന്നത് മിനിമം ഇത്ര ഭൂമി വേണം കോറി നടത്താനെന്നാണ്. അതാണ് ഒരു പ്രശ്നം. അങ്ങനെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ചെറുകിടക്കാർക്ക് സാധ്യമല്ലാത്ത സാഹചര്യം, ക്ലിയറൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇത്ര മിനിമം ഭൂമി വേണം. രണ്ടാമതൊരു കാര്യം, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുമ്പ് നമ്മൾ പുഴകളിൽ നിന്ന് മണല ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ആ മണൽ നിൽക്കാൻ എന്താ കാരണം? നമ്മളെ പരിസ്ഥിതിവാദികൾ തെറ്റായ വാദങ്ങൾ കൊണ്ടാണ് ആ മണൽ വാരൽ നിലച്ചു. പക്ഷേ അതിന് ഈ നാട്ടുകാർക്ക് ഒരു ബദൽ സംവിധാനം കൊണ്ടുവന്നത് ഞങ്ങളാണ്. എന്താ കൊണ്ടുവന്നത്? ഈ സിമെന്റിന്റെ പിന്നെ മാനുഫാക്ചറിങ് സാൻഡ്, പ്ലാസ്റ്ററിങ് സാൻഡ് എന്ന് പറഞ്ഞ ബദൽ സംവിധാനം കൊണ്ടുവന്നു. അതില്ല എങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമായിരുന്നു നമ്മൾ ആലോചിക്കണ്ടേ? അപ്പം അതുകൊണ്ട് ആ കാരണം കൊണ്ട് തന്നെ ഇപ്പം ക്വാറിയിൽ നടക്കുന്ന ബ്ലാസ്റ്റിങ്ങിൻ്റെ എണ്ണം കൂട്ടേണ്ട വന്നു. പിന്നെ നേരത്തെ പറഞ്ഞു വൈബ്രേഷൻ ഉണ്ട്, അതെല്ലാം ടെക്നോളജി മാറി. പണ്ട് നമ്മൾ പിന്നെ തിരിയും പിന്നെ 2 രൂപയ്ക്കുള്ള ഡിറ്റോണേറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ബ്ലാസ്റ്റിംഗ് നടന്നുകൊണ്ടിരുന്നത് പണ്ട്. അത് മാറി. ഇപ്പോൾ ഷോക്ക് വേവുള്ള നോൺ ഇലക്ട്രിക്കൽ
ഡിറ്റോണേറ്ററൊക്കെ വെച്ചിട്ടാണ് പ്രകമ്പനമില്ല ഇപ്പൊ, ഇല്ല, പ്രകമ്പനമില്ല. കാരണം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 8 സ്ഥാപനങ്ങളിലുള്ള വിദഗ്ധർ വന്നിട്ട് കേരളത്തിൽ 9ഓളം കോറികൾ പരീക്ഷണം നടത്തിയിട്ട് അവർക്ക് 50 മീറ്ററിന്റെ അപ്പുറത്തേക്ക് ഈ പ്രകമ്പനം കണ്ടിട്ടില്ല, അവർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഇന്നും. അപ്പൊ നമ്മളെ പരിസ്ഥിതിവാദികൾ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങള് ഒരു മരം പിഴുതാൽ 2 മരം നടണമെന്ന് നിയമം പാറ പിഴുത പാറ വെക്കാൻ കഴിയില്ല. നിയമം അല്ല, ഞങ്ങൾക്ക് അവിടെ വെക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ സ്ഥലം വാങ്ങി മരം വെച്ചു കൊടുക്കണം. മരം മാത്രം പോരല്ലോ, പാറയും നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. എന്താ ചെയ്യുന്നത്? അല്ല, ഈ പറഞ്ഞതിൽ ഒരു ക്ലാരിറ്റി വേണം. കാരണം പ്രേക്ഷകർ ചോദിക്കൂലോ എന്തേ നിങ്ങൾ അത് ചോദിക്കാതിരുന്നത്. മരം പിഴുതെടുത്താൽ മരം വെക്കാം, പാറ പിഴുതെടുത്താൽ പിന്നെ പാറ വെക്കാൻ പറ്റുമോ? പാറ ഭൂമിയുടെ നിലനിൽപ്പിന് അനിവാര്യമല്ലേ? ആര് പറഞ്ഞു അങ്ങനെ അനിവാര്യ? അല്ല, ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ഒരു മിനിറ്റ് ഭാസ്കര, പാറ ആവശ്യമാണോ ഭൂമിക്ക്? പരിസ്ഥിതിവാദി അതായത് നമ്മുടെ ഈ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ ചര അചരങ്ങളാണ്. ചരവും അചരവും വേണം. ജീവനില്ലതും ഇല്ലാത്തതും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് നമ്മുടെ ജീവന്റെ നിലനിൽപ്പ് തന്നെ. അപ്പോൾ ആ പാറക്ക് ജീവനില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു നിലനിൽപ്പ് വ്യവസ്ഥയുണ്ട്. അതായത് പശ്ചിമഘട്ടം അവിടെ നിൽക്കുന്നതും കടൽ അവിടെ നിൽക്കുന്നതും ഇടനാടൻ കുന്നുകളും അതായത് മിഡ്ലാൻഡ്സ് എല്ലാം നിൽക്കുന്നതും അത് ഭൂമിക്ക് ഒരു ബാലൻസ് ആണ്. ആ എത്രയോ കാലങ്ങൾ കൊണ്ട് ഭൂമി ഉണ്ടാക്കിയെടുത്ത ബാലൻസ് ആണ്. ആ ബാലൻസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സന്തുലിതാവസ്ഥ മാറുന്ന സമയത്ത് ഈ ഭൂമി കുലുക്കം പറയുന്ന സംഭവങ്ങളൊക്കെ വരുന്നത് ഉറപ്പാണ്. ഈ പാറ പൊട്ടിച്ചെടുക്കുന്നതുകൊണ്ട് എന്തെല്ലാം സംഭവിക്കുന്നത് നിങ്ങളുടെ നിരീക്ഷണത്തിൽ? നിങ്ങൾ ഈ കുറേ വർഷമായല്ലോ പരിസ്ഥിതി രംഗത്ത് വർക്ക് ചെയ്യുന്നു. പാറ എന്ന് പറയും അത് ഫോം ചെയ്തിട്ട് വരുന്നത് ലാവ ഉറച്ചിട്ട് അത് നമ്മൾ പഠിച്ചു. അപ്പൊ അത് എത്രയോ കാലത്തെ ഭാഗമായിട്ട് അത് ഇതായിട്ട് വരുന്ന സമയത്ത് ഈ പാറ ഒരു വലിയ വാട്ടർ റിസർവോയറും കൂടിയാണ്, ജലസംഭരണിയും കൂടിയാണ്. പെയ്യുന്ന മഴയുടെ ഒരു വലിയ ശേഖരം ഈ പാറക്കുള്ളിൽ കുന്നിനുള്ളിൽ, അത് ലാറ്ററൈറ്റ് ആണ് ഏറ്റവും കൂടുതലും. അതുപോലെ ഗ്രാനൈറ്റിന്റെ വിള്ളലുകൾക്കിടയിലും വെള്ളം സംഭരിച്ച് വെക്കുന്നുണ്ട് ഒരു വലിയ. അപ്പം നമുക്കറിയാം പശ്ചിമഘട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന പുഴകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇത് മനസ്സിലാവും. നമ്മുടെ ഇടനാടൻ കുന്നുകളിൽ നിന്ന് കുറച്ച് പുഴകൾ 11 പുഴകൾ മാത്രമേ ചെറിയ പുഴകൾ വരുന്നുള്ളൂ. ബാക്കി 44 പുഴകൾ കേരളത്തിൽ ഒഴുകുന്നുണ്ടെങ്കിൽ അതിൻ്റെ 10-32ഓളം പുഴകൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് വരുന്നതാണ്. പശ്ചിമഘട്ടത്തിലെ കാട്, ഈ ലാറ്ററൈറ്റ് ഈ ഗ്രാനൈറ്റിന്റെ വലിയ ശേഖരം, അതിന്റെ വിള്ളലുകൾ, അതിന്റെ ചോരപ്രദേശങ്ങളൊക്കെ ചേർന്നിരിക്കുന്ന ഒരു ഇക്കോസിസ്റ്റം ഉണ്ട്. ആ ഇക്കോസിസ്റ്റത്തിൽ നിന്നാണ് ഈ പുഴകൾ വരുന്നത്. ഈ പുഴകളില്ലെങ്കിൽ ഈ നാടൊന്നും ബാക്കി പാറ ഇതിന്റെ അനിവാര്യമായ ഒരു ഘടകമാണ്. അപ്പം പാറ നമുക്കറിയാം, ഞങ്ങള് സന്ദർശിച്ചിരിക്കുന്ന ഒരുപാട് ക്വാറികളുടെ പ്രദേശങ്ങളിലും ആളുകൾ പറയുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ക്വാറി വന്നതുകൊണ്ട് ഞങ്ങളുടെ കുടിവെള്ളം വറ്റിയതാണ്. നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നുണ്ട്, ഒരു ഉറവ വറ്റിപ്പോകുന്നു. അപ്പൊ അതിന്റെ ഉത്ഭവം ഇല്ലാണ്ടായി പോകുന്നു, അത് വറ്റിപ്പോകുന്നു എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമുക്ക് അത് ചൂഷണം ചെയ്ത് എടുക്കുന്നതിന്റെ ഒരു പാരാമീറ്റർ, അതിന്റെ പരിധി ഇനിയും നിശ്ചയിക്കുന്നില്ലെങ്കിൽ ഇനിയും നമ്മൾ ഇത് തന്നെയാണ് ഈ ലോകം എന്ന് പറഞ്ഞിട്ട് ഇടിച്ച് പൊളിച്ച് നമുക്ക് ഈ ഹൈവേ പോലെ ആയി പോകും. അപ്പൊ സെയ്ദ് അതിനൊരു മറുപടി പറഞ്ഞു, ഈ കുടിവെള്ളം നമുക്ക് വേണ്ടേ, ഈ പാറ പോയിക്കോട്ടെ, അതുകൊണ്ട് ആവശ്യമില്ലാന്നില്ല ഇപ്പൊ താങ്കൾ പറഞ്ഞത്. ശരിയാണോ അത്? പശ്ചിമഘട്ടത്തിൽ ക്വാറികൾ നടക്കുന്നില്ല. അല്ല, എന്റെ ഒരു ചോദ്യം, ഈ കുടിവെള്ളം ഈ പാറ വേണ്ട, താങ്കൾ കുറച്ച് പറഞ്ഞല്ലോ പാറ അനിവാര്യമല്ല എന്ന് താങ്കൾ പറഞ്ഞു. പാറ പൊട്ടിച്ചത് കൊണ്ട് കുടിവെള്ളം ഇല്ല എന്ന് എവിടെയില്ല. എന്റെ കോറിയിൽ വന്ന് ഞാൻ കാണിച്ചു തരാം. ആ പൊട്ടിക്കുന്ന സ്ഥലത്ത് ഇപ്പോഴും ഞാൻ കുഴിച്ച കുഴിയിൽ വെള്ളം നിൽക്കുന്നില്ല. അത് പാറക്കുള്ളിൽ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഈ പാറ പൊട്ടിച്ചേർത്ത ഈ സ്റ്റോറിംഗ് സംവിധാനം ഇല്ലാതാകുക. പാറ പൊട്ടിച്ചുകൊണ്ട് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരെ വെള്ളം ഇല്ലാതാവുന്നുള്ള? അതാ ഞാൻ പറഞ്ഞത്, എന്റെ കോറിയിൽ തന്നെ കുഴി കുഴിച്ച് അതിൽ 365 ദിവസം ഞങ്ങളുടെ പണിക്കാർ കഞ്ഞി വെക്കുന്ന ആ വെള്ളത്തിലാണ്. അവിടെ വെള്ളമുണ്ട്. നമ്മള് അപ്പൊ പാറ ഇല്ലാതായതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഭൂമി കുലുക്കമൊന്നും ഉണ്ടാവില്ല. അതിന് നിയമങ്ങൾ 2016 ശേഷം നമ്മുടെ നാട്ടില് സയന്റിഫിക് ആയിട്ടാണ് മൈനിങ് നടക്കുന്നത്. ഞാൻ ഇപ്പം ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളെ ഹൈവേയുടെ പണി നടക്കുന്നു, അതില് മണ്ണ് കട്ട് ചെയ്തിട്ട റോഡ് ഉണ്ടാക്കിയത്. ഞങ്ങൾക്ക് നിയമം പറയുന്നത് സ്റ്റെപ്പ് അടിച്ചിട്ട് വേണം പാറ പൊട്ടിക്കാൻ. ഇത്രയും ഹാർഡായിട്ടില്ല ഈ റോക്കിന്, സ്റ്റെപ്പ് അടിച്ചിട്ട് ഞങ്ങൾ പാറ പൊട്ടിക്കുന്നു. അതായത് 1 ഹെക്ടറിന്
ഞങ്ങൾക്ക് എടുക്കാവുന്ന കല്ലിന്റെ ചെറിയൊരു ശതമാനം മാത്രമേ എടുക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കി അവിടെ തന്നെ സ്റ്റെപ്പ് അവിടെ നിലനിർത്തുകയാണ്. അതേസമയം നമ്മളെ ഹൈവേക്ക് ഇപ്പൊ മണ്ണ് എടുത്തു, എന്താ 90 ഡിഗ്രിയിലാണ് അത് മുറിച്ചിരിക്കുന്നത്. എന്ത് സംഭവിച്ചു? നമ്മളെ കുപ്പം പോലത്തെ സ്ഥലത്ത് കണ്ടു. ഇവിടെ പരിസ്ഥിതിക്കാർ പോയത് അവര് പറയുന്നത് നേരെയാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കണം. ഞങ്ങൾ സംരക്ഷിക്കുന്ന മാതിരി വേറെ ഒരാൾ ഇവിടെ അശ്വന്ത് ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ മുന്നിൽ ഇപ്പം സാധാരണ ഒരു വീട്ടുകാർ ഒരു വീടെന്ന സ്വപ്നവുമായി വരുന്നു. ഈ പ്രതിസന്ധികളൊന്നും അവരറിയുന്നില്ല. അവർക്കൊരു കൊച്ചു വീടാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് 2000 ഈ 25,000 സ്ക്വയർ ഫീറ്റൊക്കെ ചോദിച്ച ആളുകൾ വരുന്നുണ്ട്. നിങ്ങൾ അവർക്ക് നൽകുന്ന ഈ പ്രകൃതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ അവർക്ക് നൽകുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? ഈ ഉപദേശം പ്രേക്ഷകർ കേൾക്കേണ്ടതാണ്. എങ്ങനെയാണ് താങ്കൾ അത് പറയുക? അപ്പം നമ്മൾക്ക് ഇതിലേക്ക് ഫസ്റ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്ന മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ ആർക്കിടെക്ചറാണ്. ദാറ്റ് ഈസ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ആവശ്യം ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ 40 വർഷം ജോലി ചെയ്ത് സംഭരിച്ച ഒരു എമൗണ്ട് വെച്ചിട്ടാണ്, ദാറ്റ് ഈസ് യുവർ ലൈഫിൻ്റെ അക്കംപ്ലിഷ്മെൻ്റ് ആണ് നിങ്ങൾ ഈ ഒരു വീട്ടിലൂടെ നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ്. പക്ഷേ മനസ്സിലാക്കുക, അതിൽ നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് എത്ര വർഷത്തേക്ക്. അത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ടു ദാറ്റ് ഹൗസ്? അതിനെന്താവുക? അത് നശിച്ചു പോവാന്നോ, അല്ലെ അത് മണ്ണിൻ്റെ ഒപ്പം സെറ്റായി പോകുന്നുണ്ടോ, അല്ലെ അത് വേറെ ആരെങ്കിലും അടിച്ച് പൊളിച്ചിട്ട് അതിനെ വേസ്റ്റ് ആക്കിയിട്ട് ആ വേസ്റ്റ് ഡംപ് ചെയ്യാൻ വേറൊരു സ്ഥലം നിങ്ങൾ തപ്പി കണ്ടുപിടിക്കാൻ പോകുന്നതാണ്. What are you leaving for the next generation? അതൊരു പ്രധാന പോയിന്റാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് നമ്മൾ പഴയ രീതികളിൽ നിന്ന് കുറച്ച് മാറ്റി നിന്നിട്ട് കൺവെൻഷൻ ആയിട്ടില്ല, നിങ്ങൾക്ക് അടുത്ത ജനറേഷന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മെറ്റീരിയൽസിലേക്ക് പോവാം. ഒരു ശരാശരി മനുഷ്യൻ നിർമ്മിക്കുന്ന, നമ്മൾ നിങ്ങളുടെ ഈ കോൺസെപ്റ്റ് വെച്ച ഒരാൾ വീട് നിർമ്മിക്കുകയാണെങ്കിൽ എത്ര വർഷത്തെ ആയുസുള്ള ഒരു വീടാണ് നിർമ്മിക്കേണ്ടത്? നിങ്ങൾക്ക് മാക്സിമം പോയിട്ട് 15 വർഷം. 15 വർഷം അതിന്റെ മേലെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾ ജനറേഷൻ മാറും. അല്ലെങ്കിൽ നിങ്ങൾ വീട് എടുക്കുമ്പോൾ നിങ്ങൾ ഫേസ് വൈസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പഠിക്കുക. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫേസിൽ നിങ്ങളെ കുട്ടി വളരുന്ന സ്റ്റേജിൽ നിങ്ങൾക്കൊരു പ്രൊവിഷൻ ഉണ്ടാവും, എത്ര ഏരിയ വേണ്ടി വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്താൽ ആദ്യം തന്നെ നമുക്ക് ആദ്യം ഇപ്പൊ നിലവിലുള്ള അംഗങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യത്തിലൊരു സാധനം ഉണ്ടാക്കുക. ബാക്കിൽ കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവർ വളരുന്നതിനനുസരിച്ച് കൺസ്ട്രക്ട് ചെയ്യാനുള്ള സൗകര്യം. ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചനുസരിച്ചിട്ട് മിനിമം ഒരു 1 ഇയറിന്റെ ഉള്ളിൽ തന്നെ പുതിയ ടെക്നോളജിയും പുതിയ കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്. ഇപ്പൊ 3D പ്രിന്റ് ആയിട്ട് വീട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ 3D പ്രിന്റ് ചെയ്യുന്ന വീടിന്റെ ടെക്നോളജി ആദ്യം സിമെന്റ് ബേസ്ഡ് ആയിരുന്നു, ഇപ്പൊ അത് സാധാ മഡ് ബേസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ പോലെ വാട്ടർ ആൻഡ് ഡോബ് എന്ന് പറയുന്ന സാധനം നമ്മൾ ചകിരിയും മണ്ണും വെച്ചിട്ട് കുഴച്ചിട്ട് നമ്മൾ ചുമര് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഭയങ്കര കൂളിംഗ് ഉള്ള പരിപാടി. അതിപ്പം ചെയ്യുന്നുണ്ട് ആൾക്കാർ. പ്ലാസ്റ്ററിംഗ് ചെയ്യാത്ത വീട് പോയിട്ടില്ല. വെറും ഒരു മിസ്കൺസെപ്ഷൻ മാത്രമാണ്. എനിക്ക് ഇപ്പവും അത് നിലനിൽക്കുന്നുണ്ട്. ആർക്കിടെക്ട്സ് അത് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട്. നമ്മളെ സഹപ്രവർത്തകൻ ശ്യാംകുമാർ എന്ന് പറഞ്ഞിട്ട് ആർക്കിടെക്ട്, കാഞ്ഞങ്ങാട് ഓരോ വീട് നിർമ്മിച്ചത് ഒരു തരി സിമെന്റ് യൂസ് ചെയ്യേണ്ടതാണ്. നോട്ട് ഈവൻ 1 bit of cement he has used. മെറ്റലും ലാറ്ററൈറ്റ് ബ്ലോക്സ് വെച്ചിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലാറ്ററൈറ്റിൻ്റെ പൊടി പേസ്റ്റിൻ്റെ ഫോമിലാക്കിയിട്ട് അതിനെ കംപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല വീടാണ്. ഞാൻ പോയി അവിടെ താമസിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു മാസം മുന്നേ മഴയത്തും വെയിലത്തും ഒരു പ്രശ്നം. ഒരു ശരാശരി ആർക്കിടെക്റ്റിൻ്റെ ഏർണിംഗ് എടുക്കും. ഞാനിപ്പോൾ അത് പറയുന്നില്ല. പക്ഷേ ആ ലിമിറ്റേഷൻസിൽ മൂപ്പര വീട് നിർമ്മിച്ചിരിക്കുന്നു. സോ അതൊരു ഇമ്പോസിബിൾ സാധനം അല്ലേ അല്ല. മെറ്റലും നമുക്ക് അൺകൺവെൻഷണൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പം മെറ്റൽ എടുത്തോ, നിങ്ങൾ മെറ്റൽ നിങ്ങൾക്ക് വേണ്ടിക്കിൽ ആഫ്റ്റർ എ പീരിയഡ് നിങ്ങൾക്ക് അതിനെ ഡിസ്മാൻറ്റിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ റീപർപ്പസ് ചെയ്യാം. എന്തുകൊണ്ട് നിങ്ങൾ മെറ്റലിൽ കമേഴ്ഷ്യൽ ബിൽഡിങ്സ് മാത്രം എടുക്കുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് വീട്ടിലേക്ക് ഉപയോഗിച്ചുകൂടാം? എന്താണ് ഡിഫറൻസ് വരുന്നത്? നിങ്ങൾ ഏറ്റവും ജാസ്തി ജനം പോകുന്ന സ്ഥലം റെയിൽവേ സ്റ്റേഷനാണ്. ആ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ കൺസ്ട്രക്ഷൻ നിങ്ങൾ മെറ്റലിനെ കൊണ്ടല്ലേ ചെയ്തിട്ടുള്ളത്. ഇടിഞ്ഞ് വീണ്ടും മരിച്ചു പോകുന്നുള്ള പ്രശ്നം ആരും പറയുന്നില്ലല്ലോ അതിൽ. സോ സെയിം ലോജിക്ക് അവിടെയും യൂസ് ചെയ്യാൻ ഞങ്ങൾക്ക്. എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ കുറെ ആളുകളായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ? തീർച്ചയായും ആളുകൾ എപ്പോഴും ഒരു 100 വർഷമൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് വീടെടുക്കുക. 45,000, 50,000, 25,000 ഒക്കെ സ്ക്വയർ ഫീറ്റ് വീടെടുക്കുന്ന ആളുകളുടെ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യും. അവരുടെ മനോനില എന്താണ്? ഈ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 22,000 സ്ക്വയർ ഫീറ്റിൽ ഒരു വീട്ടിൽ പോയി. അവിടെ ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ. എനിക്കറിയുന്ന 45,000 സ്ക്വയർ ഫീറ്റിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് എനിക്കറിയാം. അവിടെ ആകെ 3 പേരേ ഉള്ളൂ. ഇങ്ങനെ വരുന്നവരുടെ ഒരു മനോനില ഞാൻ അവരോട് ചോദിച്ചിട്ടില്ല. അവർക്കൊരു അസംതൃപ്തി വേണ്ടെന്ന് വിചാരിച്ചിട്ട് 10,000 സ്ക്വയർ ഫീറ്റിൻ്റെ മേലെ പോയാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ അത് വീടല്ല, അതൊരു കമേഴ്ഷ്യൽ കോംപ്ലക്സ് ആണ്. ഈ അങ്ങനെ ഒരു നിയമം വരണമെന്നുണ്ടോ? 10,000 സ്ക്വയർ ഫീറ്റ് കൂടുതൽ വീട് എടുക്കാൻ പാടില്ല എന്ന് ശരിക്കും ആവശ്യമില്ല. കാരണം നമുക്കിപ്പം വരുന്ന പണം
നമ്മളിപ്പോൾ ഒരു 10,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാർക്ക് അതിനെ കൊണ്ട് ജോലി കിട്ടുന്നുണ്ട്, എത്ര ക്രാഫ്റ്റ്സ്മെന് കിട്ടുന്നുണ്ട്, എത്ര ആൾക്കാർ ഇപ്പോൾ ആ ഒരു ഞാൻ പറയുന്നത് നമ്മൾ അഗെയിൻ ക്ലയന്റിന്റെ പേര് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മളൊരു 20,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് എടുത്തിട്ട് അതിന് മന്ത്ലി മെയിൻ്റനൻസ് വരുന്ന 5 ലക്ഷം. ആ 5 ലക്ഷം എങ്ങോട്ടേക്ക് പോകുന്നത്? സാധാരണക്കാരിലേക്ക്. ആ തരത്തിൽ ഏറ്റവും വലിയ വീടുകൾ വരട്ടെ എന്ന് പറയാൻ പറ്റും, വരട്ടെ എന്ന് പറയാം. പക്ഷെ അത് ഫേസസിലായിട്ട് വേണം. ഇപ്പൊ നിങ്ങൾ ഒരൊറ്റ വലിയ ഫൗണ്ടേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ സാധനവും മാക്സിമൈസ്ഡ് യൂസ് ചെയ്യേണ്ടി വരും. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ അത് ഒരു ഘട്ടമായിട്ട് എടുക്കുന്നത്, എന്നിട്ട് കുറച്ച് സ്ഥലം വിട്ടിട്ട് നിങ്ങൾ നെക്സ്റ്റ് ഘട്ടമായിട്ട് എടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഉപയോഗിക്കുന്ന കൺസപ്ഷൻ കുറയും. അപ്പൊ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ടൈം കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് സെറ്റ് സാധനത്തിന് റീജുവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏറ്റവും സസ്റ്റൈനബിൾ എന്ന് പറയുന്നത് മരമാണ്. ഇപ്പം നമ്മൾ എന്നാൽ പ്ലാന്റേഷൻ മരം യൂസ് ചെയ്യുമ്പോൾ ആ മരത്തിന് ഗ്രോ ചെയ്യാനുള്ളൊരു ടൈം കൊടുത്തിട്ട് ഞങ്ങൾക്ക് എന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടിമ്പർ ബേസ്ഡ് കൺസ്ട്രക്ഷന് ഇപ്പോൾ ന്യൂയോർക്ക് അങ്ങോട്ടേക്കെല്ലാം പോയി കഴിഞ്ഞാൽ ടിമ്പർ ബേസ്ഡ് സ്കൈ സ്ക്രേപ്പേഴ്സ് എടുക്കുന്നുണ്ട്. തെങ്ങ് ഇഷ്ടം പോലെയുള്ള നാടാണ് നമ്മള്. ഇപ്പൊ തെങ്ങ് വലിയ തെങ്ങിന്റെ മേലെ കൊണ്ട് തന്നെ, അതായത് തെങ്ങിന്റെ തൂണ് നമ്മള് ബോഡീസ് എന്ന് പറഞ്ഞ നമ്മളെ ബ്രാൻഡില്, ഐ മീൻ നമ്മളെ ക്ലയന്റിന്റെ ബ്രാൻഡില് സെക്യൂറ മോളിന്റെ സീലിംഗ് മൊത്തം നമ്മൾ ചെയ്തിട്ടുള്ളത് തെങ്ങ് വെച്ചിട്ടാണ്. പോയി കാണാം, ചെയ്തിട്ടുണ്ട്. ശരി, നമുക്ക് തിരിച്ചു വരാം. ഈ ഭാസ്കരൻ പിള്ള, ഒരു ചോദ്യം ഞാൻ അവസാനം പറഞ്ഞു നിർത്തിയത് അങ്ങനെയാണ്. ഇപ്പൊ ഈ നിർമ്മാണ മേഖലയ്ക്ക് അനിവാര്യമായ ഒരു സാധനമാണ് കരിങ്കല്ല്. അത് കൊടുക്കുന്ന വ്യവസായികളെയൊക്കെ കോറി മാഫിയ എന്നാണ് നിങ്ങൾ വിളിച്ചു കേൾക്കാറ്. മണൽ മാഫിയ, കോറി മാഫിയ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിസംബോധന? ഈ കുത്തകകൾ എന്നൊക്കെ പറയുന്നത്, ഇപ്പം ഈ MA യൂസഫ് അലി ലുലുമാള് തുടങ്ങുമ്പോൾ അവിടെ കിട്ടുന്ന റേറ്റിന് സാധനം ആർക്കും കൊടുക്കാൻ പറ്റുന്നില്ല. ചെറിയ കച്ചവടക്കാർ കൂട്ടിപ്പോകുന്നുണ്ടെന്നുള്ളത് ഒരു കാര്യം. അങ്ങനെ നിങ്ങൾ ഈ മാഫിയ എന്ന് വിളിക്കുന്നതിന്റെ പിന്നെ, ഈ മാഫിയ നമ്മൾ പറയുന്നത് ഒരു ക്വാറി പൊട്ടിക്കുന്ന അദ്ദേഹത്തെ പോലുള്ള സെയ്ത് എന്ന് പറയുന്ന അത് വ്യക്തിയല്ല, ആ വ്യക്തിയല്ല, ഇത് കണക്റ്റഡ് ആണ്. ഞാൻ ഉദാഹരണം പറയാം. അതായത് ഇപ്പം നമ്മുടെ വീട് അവിടെ നിർമ്മിക്കുന്നുണ്ട്, വീടിനപ്പുറം കരിങ്കല്ല് വേണ്ടുന്ന നമ്മുടെ റോഡുകൾ, നമ്മുടെ ഈ സാധാരണ റോഡുകൾ, ഈ റോഡുകൾ ടാർ ചെയ്തിട്ട് അടുത്ത 2 മാസത്തിന് ശേഷം ഇതെല്ലാം പൊട്ടിപ്പാളീസായിട്ട് അത് പോയി. വീണ്ടും അത്രയും മെറ്റീരിയൽസ് നമുക്ക് റിക്വയർമെൻ്റ് ആണ്. അത് റിട്ടാർ ചെയ്യണമെങ്കിൽ ടാറ് മാത്രം പോരാ, അത്രയും കരിങ്കല്ല്. പക്ഷേ ഈ കരിങ്കല്ലൊക്കെ അവിടെ ഉണ്ട്, മുമ്പിട്ട കരിങ്കല്ല് അവിടെ ഉണ്ട്. സർക്കാരല്ലേ? സർക്കാർ. ഞാൻ പറയാം, സർക്കാർ മാഫിയ എന്ന് പറഞ്ഞാൽ പോരെ? അല്ല, സർക്കാർ മാഫിയ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞൊരു പ്രധാന പോയിന്റ് ആണ്. ഒരു സ്ഥലത്ത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ്, ഒരു റോഡ് താർന്ന് അവിടെ തന്നെ മെറ്റൽ ഉണ്ട്, ആ മെറ്റല് വീണ്ടും ഉപയോഗിക്കുന്നില്ല, അതിന്റെ വീണ്ടും കൊണ്ടുവന്ന് ഡംപ് ചെയ്യുക. പക്ഷേ ആ പോയിന്റ് നടപ്പിലാക്കേണ്ട സർക്കാരാണ്. ആ ജെല്ലി ഉപയോഗിച്ച് തന്നെ ഇപ്പൊ പൊളിഞ്ഞ ഒരു റോഡ് കുത്തി പൊളിച്ച് അവിടുത്തെ ജെല്ലി എടുത്ത് അടുത്ത റോഡ് ടാർ ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള നമ്മൾ ഈ റോഡ് ടാറിങ്ങിൽ ഒരു ഏറ്റവും കൂടുതൽ എല്ലാ കൊല്ലവും ചെയ്യുന്ന ഈ വീട് ഒരിക്കൽ കെട്ടി അവിടെ വെച്ചു. പക്ഷെ ഈ ടാറിങ്ങിലാണ് ഇവരുടെ മൊത്തം. അപ്പൊ ഞാൻ പറയുന്നത് മാഫിയ അവിടെയാണ് വരുന്നത്. ഇതിലിപ്പം 10 ലക്ഷം. അത് എന്തിനു നിങ്ങൾ കോറി മാഫിയ എന്ന് പറയുന്നു? ഇത് സർക്കാരല്ലേ മോണിറ്റർ ചെയ്യുന്നത്? താങ്കൾ ഈ പറയുന്ന കൺസ്ട്രക്ഷൻ മേഖല എന്ന് പറയുന്നത് സർക്കാരാണ് അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും. ഈ സർക്കാരാണ് ഈ കല്ല് പൊളിച്ചിട്ട് ഇത് ഉപയോഗിക്കണോ വേണ്ടോ തീരുമാനിക്കേണ്ടത്. അവർക്ക് തീരുമാനിക്കാവുന്നതാണ്. അത് തീരുമാനിക്കാത്ത സർക്കാരിനെതിരെയല്ല നിങ്ങൾ പറയുന്നത് കോറി മാഫിയ. അപ്പൊ ഈ കരിങ്കല്ല് കൊത്തുന്ന ആളെല്ലാം കാണുമ്പോൾ ഇങ്ങനൊരു മാഫിയാണല്ലോ. ഇപ്പൊ സഹിക്കാൻ കാണുന്നുണ്ട്, വെള്ളയിലിട്ടൊരു മാഫിയ വന്നിരിക്കുന്നു. അതാണ് മനസ്സിലാകാത്തത്. അതങ്ങനെയല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് ഈ വലിയ ഈ എല്ലാ ഈ പിന്നെ മിക്സിങ്ങും ടാറിങ്ങും അതിന്റെ കോൺട്രാക്ടിങ്ങും ഇതിന്റെ ക്വാറി ബ്ലാസ്റ്റിംഗ് ഇതെല്ലാം കൂടി വരുന്ന വലിയ സിസ്റ്റം. എല്ലാവരും കുടക്കീഴിൽ വന്ന അത്ര എളുപ്പമല്ലേ? അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യം. നിങ്ങളിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി, ഹൈപ്പർ മാർക്കറ്റിൽ മുഴുവൻ സാധനം അവിടെ നിന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സൗകര്യമുണ്ട്. ആ സൗകര്യം പ്രൊവൈഡ് ചെയ്യുന്നവരെ നിങ്ങൾ മാഫിയ. അതിൽ അഴിമതിയെ നമ്മൾ പറയുന്നത്. ഇതിൽ നടക്കുന്ന ഒരുപാട് അഴിമതികളുണ്ട്. സർക്കാർ ഈ അഴിമതി തടയേണ്ട സിസ്റ്റം സർക്കാരാണ്. ആ സർക്കാരിലെ ശരിക്കും മാഫിയ നിങ്ങൾ പറയേണ്ടത്. ഇതിപ്പോ അങ്ങനെയാണെങ്കിൽ നാട്ടിലെല്ലാം മാഫിയ തന്നെയല്ലേ? വില്ലേജ് ഓഫീസ് വരെ മാഫിയ. പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ കോമൺ ആൾക്കാർക്ക് അറിയില്ല. ഇപ്പൊ ഈ കരിങ്കല്ല് പൊട്ടിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ റോഡ് പൊട്ടിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതിന്റെ മെയിൻ പ്രശ്നം എന്താണ്? ദി എമൗണ്ട് ഓഫ് ടൈം ദറ്റ് ഇസ് റിക്വയർഡ്. അതിനെ തിരിച്ചിട്ട് ആ കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്നത് പുതിയൊരു മെറ്റീരിയൽ. നിങ്ങളൊരു വീട് റിനോവേറ്റ് ചെയ്യാനോ നിങ്ങൾക്ക് സുഖം, അല്ലെങ്കിൽ അത് റിനോവേറ്റ് ചെയ്യാൻ പോയാൽ ഡബിൾ പൈസ ഞാൻ അനുഭവിച്ച ആളാണ്. പക്ഷേങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സെയിം ക്വസ്റ്റനാണ് ഇവിടെ നമ്മളെ പാപ്പൻശ്ശേരി പാലത്തിൽ നടക്കുന്നത്. അവിടെ പൊട്ടിയിട്ടുണ്ട്, ഒരു ചെറിയൊരു പോട്ടുള്ളാന്ന്, അത് ചെറുതല്ല, നല്ല ഡീപ്പായിട്ടുള്ള പോട്ടുള്ളാന്ന്. ആ പൊട്ടിയിട്ട് അത് ഫില്ല് ചെയ്ത് കോൺക്രീറ്റിന്റെ കഷ്ണം അവിടെ സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്.
അത് എന്തുകൊണ്ട് റീപർപ്പസ് ചെയ്ത് വിടാന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ ഇതിനൊരു സ്ട്രാറ്റജിക് ഒരു ഐഡിയ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. ഇന്ന റോഡ് ഇവിടെ പൊട്ടിയിട്ടുണ്ട്, കൊണ്ടുവന്ന് ഇവിടെ ഉപയോഗിക്കാലോ. അല്ല അവിടെ തന്നെ യൂസ് ചെയ്യണമെന്നില്ലല്ലോ, അത് വേറൊരു പോയിന്റിലേക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഒരു പൊളിഞ്ഞ റോഡ്, 2 പൊളിഞ്ഞ റോഡ് ഉണ്ടെന്ന് വെച്ചോ, ഒരു പൊളിഞ്ഞ റോഡിലെ മെറ്റീരിയൽ അപ്പുറത്തും ആ പൊളിഞ്ഞ റോഡിലെ മെറ്റീരിയൽ ഇങ്ങോട്ട് ഉപയോഗിക്കാം, അങ്ങോട്ട് റീപർപ്പസ് ചെയ്യാനുള്ള എന്തെങ്കിലും പ്രൊസീജിയർ കാണും. അത് കൊണ്ടുവന്ന ഇപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ടെക്നോളജി നമ്മളിവിടെ വന്നിട്ടുണ്ട്, റീസൈക്ലിങ് വരുന്നുണ്ട് ഇപ്പോഴും വരുന്നുണ്ട്. ആ ഉള്ള റോഡിൽ തന്നെ ഇതെടുത്ത് റീസൈക്കിൾ ചെയ്ത് ജില്ലി ഇതൊക്കെ മാറ്റിയിട്ട് അത് ഉപയോഗിക്കുന്ന അത് കാലക്രമേണ എല്ലാം വരും നമ്മുടെ നാട്ടിൽ. ഒരു ചോദ്യം സൈദ് ഭായ്, ഇത് പറഞ്ഞു നിർത്തിയെടുത്ത് സത്യത്തിൽ ഈ മാഫിയ എന്നുള്ള പേര് ആരാ മാഫിയ? ഞങ്ങളൊരു കോറി തുടങ്ങിയാൽ അതിന്റെ അടുത്ത് നമ്മുടെ പരിസ്ഥിതിക്കാർ പോയിട്ട് അതിന്റെ അടുത്ത ഭൂമിക്കാരനെ കാണും, നമുക്ക് ഈ ഭൂമി വലിയ വിലക്ക് ഇവരെ കൊണ്ട് എടുപ്പിക്കാം എന്ന് പറഞ്ഞ് അവിടെ ഒരു ചെറിയ ഷെഡ് കെട്ടിക്കും. ഷെഡ് കെട്ടിച്ച് ഞങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു രീതിയുണ്ട്. ഞാൻ എന്റെ അനുഭവം വെച്ചിട്ടാ പറയുന്നത്, എനിക്ക് അനുഭവം ഉണ്ട്. ഞാൻ ഈ മേഖലയിൽ ഒരുപാട് വർഷമായി. ഞാൻ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതും കൊണ്ട് ചുറ്റി നടക്കുന്നത് എന്തൊക്കെ നടക്കും. അതായത് 10,000 ഉറുപ്യ ഒരു സെന്റിനുള്ള സ്ഥലം ഇവര് ചോദിക്കുന്നത് 1 ലക്ഷമായിരിക്കും. പക്ഷേ ഞങ്ങൾ ഇപ്പുറത്ത് കോടികൾ മുതലിറക്കിയതാണ്. ഞങ്ങൾ ഒരുപാട് മെഷീനുണ്ട്. അത് ഒരു മാസം ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് ഉറുപ്യ ബാങ്കിൽ അടക്കേണ്ടതുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ വരുമ്പം ഞങ്ങളൊന്ന് ചെറുതായിട്ട് കുറക്കും. അപ്പം അത് 1 ലക്ഷമെങ്കിലും 1 ലക്ഷത്തിന് എടുക്കണ്ടോ? ആരാ മാഫിയ? ഞങ്ങളാണോ അതോ പരിസ്ഥിതിവാദികളോ? നമ്മൾ അവിടെയാണ് കാണുന്നത്. അവരെ സഹായിക്കുന്നവരാ. ഞാൻ പറയാ എൻവയോൺമെന്റൽ ടെററിസം എന്നാ പറയാ. നമ്മൾ 2018-ലും 2019-ലും നമുക്ക് പ്രളയം ഉണ്ടായി. ഒരു കോറിയും അതിന് കാരണമാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. നമുക്ക് കഴിഞ്ഞ വർഷം വയനാട്ടിൽ ഇത്രയും വലിയ പ്രളയം ഉണ്ടായി. നമ്മുടെ പരിസ്ഥിതിക്കാർ കോറിയാണ് അതിന് കാരണം എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു, നടന്നില്ല. മനസ്സിലായോ? ഇപ്പോഴ് ഞാൻ പറഞ്ഞു 2016 മുതൽ സയന്റിഫിക് ആയിട്ട് നടക്കുന്നതാണ് നമ്മളെ കോറി പ്രവർത്തനം. അപ്പൊ അവിടെ ഇതുമാതിരിയുള്ള അപകടങ്ങൾ വരാനോ സാധ്യത വളരെ വിരളം. നമുക്ക് അശ്വന്തിനോട് ഒരു ചോദ്യം ചോദിക്കാം. എനിക്ക് വളരെ ചെറിയ സമയമുള്ളൂ. അശ്വന്ത്, ഒരു സാധാരണക്കാരായ മനുഷ്യർ, ഇനി സാധാരണക്കാരല്ല അതിസമ്പന്നരായ ആൾ തന്നെ, ആദ്യം നിങ്ങളോട് ഒരു സാധാരണക്കാരൻ ഒരു വീടെടുക്കാൻ വന്നാൽ പരിസ്ഥിതിയോട് ചേർന്ന് നിന്ന് എങ്ങനെ അവന് വീടെടുക്കാം? സമ്പന്നൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ആദ്യം ഒരു സാധാരണക്കാരന് നമുക്ക് പറയാം. 1000 സ്ക്വയർ ഫീറ്റിൽ ഒരാൾ വീടെടുക്കണം, എങ്ങനെ എടുക്കണം? ഒരു ആർക്കിടെക്റ്റിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മളത് നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടല്ല നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, നിങ്ങളെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് റിക്വയർമെന്റ് ബാക്ക്ഗ്രൗണ്ടിനെ കണക്ട് ചെയ്തിട്ടായിരിക്കും ഓരോ റിക്വയർമെന്റ് പറയുക. ആവശ്യമില്ല. കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു നല്ല പൈസയുള്ള ആളാണ് വെച്ചോ, അപ്പോൾ നിങ്ങൾ എന്നെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ ഇവനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന് ഒരുപാട് ചാർജ് ചെയ്യും. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദ പോയിന്റ്. നിങ്ങൾക്ക് എന്താ വേണ്ടുന്നതെന്ന് നിങ്ങൾ ഫസ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിടക്ക് വരുന്നത്. അപ്പോൾ ഒരു ആർക്കിടെക്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ബ്രീഫ് പ്രിപ്പയർ ചെയ്യും. നമ്മൾ വരക്കുന്നതിൻ്റെ മുമ്പേ നിങ്ങൾക്ക് എന്താ വേണ്ടുന്നത്, നിങ്ങളെ സാധനങ്ങൾ, നിങ്ങളെ ആവശ്യങ്ങൾ, നിങ്ങൾക്കത് വേണോ, നിങ്ങൾക്ക് AC വേണോ, നിങ്ങൾക്ക് ഫാന് മതിയോ, അപ്പോൾ ആ പോയിന്റിൽ നിന്ന് ചിന്തിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ ബെയർ നെസസിറ്റി, അത് ആലോചിച്ച് തുടങ്ങുക. സെക്കൻഡ് സാധനങ്ങൾ നിങ്ങൾ എത്രത്തോളം കോംപ്രമൈസ് ചെയ്യാൻ റെഡിയാണ്, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ പുതിയ ടെക്നോളജി, എത്രത്തോളം പുതിയ വർക്ക് എന്തുകൊണ്ടാണ് അത് അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടാവും, എത്രത്തോളം പൈസ ലാഭിക്കാൻ പറ്റും, എത്രത്തോളം സമയം ലാഭിക്കാൻ പറ്റും. ഈ സെക്കൻഡ് സാധനം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. തേർഡ് സാധനം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3 ഇന്റർ കണക്റ്റഡ് ആയിട്ട് പോകുന്ന സാധനം. നിങ്ങൾ ഡിസൈൻ നിങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം ലൈൻ മാറും, അതേപോലെ തന്നെ നിങ്ങളുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് മാറും. ഇപ്പോൾ ഫസ്റ്റ് ഒരു ഡിസൈൻ ഫ്രീസ് ചെയ്യുമ്പോൾ എല്ലാ റിക്വയർമെൻറ്റും ഒരു ഡോക്ടറോ ഒരു ലോയറിൻ്റെ അടുത്ത് നിങ്ങൾ പറയുന്നോ അല്ല കള്ളത്തരം പറയാണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന സെയിം സാധനങ്ങൾ ഇതാണ് എനിക്ക് ആവശ്യമുള്ളൂ, ഇത്രയും എനിക്ക് വേണ്ടും, ഇത്ര ആൾക്കാരാണ് ജീവിക്കാൻ പോകുന്നത്. അല്ലാണ്ട് വരാൻ പോകുന്ന 3-4 ഗസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 4 റൂം എക്സ്ട്രാ കെട്ടുന്ന കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ 3 പേര് മതി. ഞാൻ കണ്ടത് മുൻ DGP KJ ജോസഫ് സാർ, അദ്ദേഹത്തിന്റെ വീട് വേറെ മക്കൾ വന്നാൽ താമസിക്കാൻ അദ്ദേഹം കാരണം അവർക്കെല്ലാം വേറെ വേറെ പ്രൊവിഷൻസ് ആണ്. ഇനി ഈ പുതിയ ജനറേഷൻ നിങ്ങളെ സെയിം ഫുഡ് സ്റ്റെപ്സ് ഫോളോ ചെയ്യണം നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു? അവർക്ക് അവരായ ഇഷ്ടങ്ങളും അവർ ചിലപ്പോൾ ഈ വീടേ ഉപയോഗിക്കാൻ പോകുന്നില്ല.
അപ്പം നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് നിങ്ങളെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഒരു 10 years അല്ലെങ്കിൽ ഒരു 15 years ടൈമിന് വേണ്ടിയിട്ട് വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാൻ. ആ പ്ലാൻ ചെയ്യുന്ന സാധനത്തിന് ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യാൻ കൂടിയിട്ട് ഒരു പൊസിഷനും കൂടി വെക്കുക. ഇത്തരം മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ദാറ്റ് ഈസ് മെറ്റൽ യൂസ് ചെയ്യാം, മണ്ണ് യൂസ് ചെയ്യാം, ലൈം യൂസ് ചെയ്യാം. ഈ 3 ബേസിക് മെറ്റീരിയൽ ആർക്കും യൂസ് ചെയ്യാം. 30 വയസ്സുള്ള ഒരാളാണ് വീട് എടുക്കാൻ വരുന്നത്. എത്ര വർഷം നമ്മൾ മുന്നിൽ കാണുന്നു? 30 വർഷമുള്ള വീട് എടുക്കാൻ പോകുന്ന ആള് 30 വർഷവും അയാൾ എന്ത് ജോലി ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് അന്വേഷിക്കും. അയാൾ ഒരു IT ഫീൽഡിലാണോ? IT ഫീൽഡിൽ ആളാണെങ്കിൽ അയാൾ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അയാൾ US ലേക്ക് ഷിഫ്റ്റ് ചെയ്യുമോ? ഇനി ഒരു ഡോക്ടറാണെങ്കിൽ അയാൾ 60 വർഷം പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 30-ാം വയസ്സിൽ ചെയ്യാൻ പോകുന്ന പൈസയായിരുന്നു അയാൾ നെക്സ്റ്റ് 30 years അല്ലെങ്കിൽ നെക്സ്റ്റ് 20 years അയാൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആ ടൈമിൽ അയാൾ ഫണ്ട് വന്നു കഴിഞ്ഞാൽ അയാൾ ഈ ലാൻഡ് മൊത്തം, ആ സമയത്ത് ഈ ലാൻഡ് ഉണ്ടാവണമെന്നില്ല, എക്വയർ ചെയ്യാൻ ലാൻഡ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ എക്സിസ്റ്റിംഗ് ലാൻഡിൽ അയാൾ ഇനിയും ബിൽഡ് ചെയ്യാനാണ് യൂസ്. അപ്പോൾ അയാളിപ്പോൾ ആ വീട് വിട്ടിട്ട് വേറൊരു വീട് പോയി താമസിച്ച് ഇത് മൊത്തം പൊളിച്ച് എന്നിട്ട് ആദ്യം ഈ വീട്ടിൽ വരുന്ന ആ ഒരു പെയിൻ എടുക്കാനാണോ സുഖം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എക്സിസ്റ്റിംഗ് സാധനത്തിന് തന്നെ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ആയിട്ട് പ്രോഗ്രസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളൊരു 3-3 ചെറിയൊരു കൺസൾട്ടൻറ്റ് റൂം ആയിരിക്കും ആ ഡോക്ടറിന്. നിങ്ങൾക്ക് ഇനി അത് വലുതാക്കാനുള്ള പ്രൊവിഷൻ നിങ്ങൾ ബാക്കിൽ കാണുന്നു. അങ്ങനത്തെ ഒരു സാധനം വെച്ച് നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്തു. ഒരു കാര്യം, നമ്മൾ ഈ പറയുന്ന ഇപ്പൊ ഇരുമ്പ് കൊണ്ട് നമുക്ക് എടുക്കാന്നല്ലേ, ഈ ഇരുമ്പ് എവിടുന്നാ വരുന്നത്? ഭൂമിയിൽ കുഴിച്ചെടുക്കണം. അവിടെ പ്രശ്നം വരൂലേ? പ്രശ്നം വരില്ലേ? ചെങ്കല്ല് ഭൂമിയിൽ കുഴിച്ചെടുക്കും, പരിസ്ഥിതി പ്രശ്നം വരൂലേ? നമ്മള് ഒന്നിനെ നശിപ്പിക്കാതെ വേറൊന്നിനും വളമാവൂല. അതാണ്. പക്ഷെ അത് നശിപ്പിക്കുന്നില്ല ഇവിടെ. നമ്മൾ ആ സാധനത്തിന് റീയൂസ് ഇല്ലല്ലോ. അതെ, ഞാനിപ്പോ കരിങ്കല്ല് കൊണ്ട് തന്നെ എടുക്കണം, കരിങ്കല്ല് അധികം പൊട്ടണം എന്ന് പറയുന്ന ആളല്ല. ആവശ്യത്തിന് ഞാൻ പറയുന്നത്, പിന്നെ കൗടില്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഖനന മേഖലയിലാണ്. ആ സമ്പത്താണ് രാജ്യത്തിന്റെ ശക്തി എന്ന് കൗടില്യൻ 2-ാം നൂറ്റാണ്ടിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പൊ നഷ്ടപ്പെടുകയാണ്. ഇപ്പൊ അന്യ സംസ്ഥാനത്ത് നിങ്ങൾ വയനാട്ടിലൊന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഗുണ്ടൽപേട്ടയിൽ നിന്ന് വരുന്ന ലോറികളെ കണക്കെടുക്കണം. നമുക്ക് GST നഷ്ടം, കേരളത്തിന് കിട്ടേണ്ട റോയൽറ്റി നഷ്ടം, ഇതെല്ലാം അന്യ സംസ്ഥാനത്തേക്ക് പോകുന്നതാണ്. അതെന്താ കാരണം? നമ്മളെ ആൾക്കാരിപ്പം കർണാടകത്തിലായാലും തമിഴ്നാട്ടിലായാലും ഇവിടെയില്ല കോറിക്കാർ പോയിട്ട് അവിടെ കോറി തുടങ്ങി. അവരിപ്പം കേരളത്തിലേക്ക് സാധനം അവിടെ നിന്ന് അയച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇവിടെ നമുക്കുള്ള പ്രയാസങ്ങൾ, ഇത് നടത്തിക്കൊണ്ടു പോകാനുള്ള പ്രയാസങ്ങൾ. അപ്പം കരിങ്കല്ലിന് കരിങ്കല്ല് തന്നെ വേണം, ചെങ്കല്ലിന് ചെങ്കല്ല് വേണം, പൂഴിക്ക് പൂഴി തന്നെ വേണം. നമ്മളെ വയസ്സിൻ്റെ ആൾക്കാർ എപ്പോഴും മണൽ കിട്ടുമെങ്കിൽ അതാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് ഈ സാൻഡിന് എന്ത് തന്നെ ഗുണങ്ങളുണ്ടായാലും ആൾക്കാർ പഴമക്കാർ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ഇപ്പോഴും നൂറ്റാണ്ടുകൾക്ക് അപ്പുറം നിൽക്കുകയാണ്. നമുക്ക് ബോധവൽക്കരണം വേണം. ഞാൻ അതിൽ പറയുന്നത്, ഏറ്റവും നല്ലത് സാൻഡ് ഉപയോഗിക്കുന്ന കാരണം എന്താണെന്നറിയോ? നമുക്ക് ഈ മണൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിലെ സോൾട്ട്, ഉപ്പ് നമ്മളെ എത്ര കാലം, അതുകൊണ്ടാണല്ലോ ഇവര് പറയുന്ന ഒരു ലൈഫ് കണക്കാക്കുന്നത്. നമ്മളെ കമ്പികൾ ഉള്ളിൽ നിന്ന് തുരുമ്പെടുത്തിട്ട് ഇത് വിണ്ടു കീറുന്ന അവസ്ഥയില്ലേ? ഫൈബർ കമ്പി അവൈലബിൾ അല്ല, കമ്പി ശരി, നിങ്ങൾ അഗൈൻ ഈ ഫുൾ ലോഡ് കുറയും. നിങ്ങൾക്ക് ഇപ്പൊ മെറ്റൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാൻഡ് വെച്ച് മെറ്റൽ ജോയിൻ ചെയ്യാൻ പറ്റും. 50,000 സ്ക്വയർ ഫീറ്റിൽ മാളെല്ലാം എടുക്കുന്ന അത്തരം സംവിധാനം എന്ത് കൈകല്ല് ഉപയോഗിക്കുന്ന ആർക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ കഴിയും? ചെയ്യാൻ കഴിയും. നിങ്ങൾ ഇത്ര സ്ക്വയർ ഫീറ്റ് വീട് എടുക്കാൻ പറ്റുള്ളൂ. ടാക്സ് വരുന്നുണ്ടല്ലോ, 3000 ടാക്സ് വരുന്നുണ്ട്. അതിന്റെ മേലത്തെ വീടിന് വേറെ അത് കൊടുക്കാൻ തയ്യാറുണ്ട് നമ്മുടെ ആൾക്കാർ. അല്ലല്ല, പക്ഷെ ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വീടെടുക്കുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നും വീടെടുക്കാൻ കഴിയില്ല. നിയന്ത്രണങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇത് ഈ സംഭവ സിസ്റ്റം മുമ്പോട്ട് പോകില്ല, അധികം പോകില്ല. നമ്മളിപ്പം ഈ പറയുന്ന ആഗോളതാപനം വലിയ കണക്റ്റഡ് പ്രശ്നങ്ങളാണ്. ഇപ്പം എല്ലാം ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് വരും, എല്ലാം ഇങ്ങനെ ചെറിയ വരും. അവസാനം നമ്മൾ മൺകുടിലേക്ക് വരും. പുല്ലുണ്ടോ, ഓലയുണ്ടോ, മട്ടലുണ്ടോ നോക്കിയിട്ട് നമ്മൾ അതിലേക്ക് വരുന്ന കാര്യങ്ങൾ വരാൻ പോവുകയാണ്. അത് വരാൻ പോവുകയാണ്. കാരണം അത് കാലത്തിന് അനിവാര്യമാണ്, അനിയന്ത്രിതമാണ്.
അനിയന്ത്രിതമായിട്ട് നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ശരി തന്നെ, പരിസ്ഥിതിക്കാർക്ക് വീട് കിട്ടുന്നില്ലേ, അവർ കരിക്കല്ല ഉപയോഗിച്ചത് ഒക്കെ നമുക്ക് പരിമിതമായ വേണം. പക്ഷെ എല്ലാത്തിനും നിയന്ത്രണമില്ലെങ്കിൽ ഈ സിസ്റ്റം നമ്മളും ഈ ഭൂമിയിൽ വരുന്ന എത്രയോ തലമുറകൾ ജീവിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ ഉള്ള വിഭവങ്ങൾ പരിമിതമായി എടുത്തുകൊണ്ട് എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടുന്ന രീതിയിലേക്ക് പോകണം. അല്ലാതെ ഇതിപ്പം ഈ പറയുന്ന പോലെ പിന്നെ റോഡ് നിർമ്മാണത്തിൽ ഈ കല്ല് എത്ര കൊണ്ടുവന്നാലും മതിയാവില്ല, വന്നുകൊണ്ടേയിരിക്കണം, പശ്ചിമഘട്ടം പൊട്ടിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ഇവിടെയുള്ള ഈ അഴിമതി സിസ്റ്റങ്ങൾ, അഴിമതിയെ തുടച്ചു നീക്കാൻ പറ്റിയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇതിനൊരു വലിയ പരിഹാരം. എന്തായാലും തുടച്ചു നീക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ലോക ഇന്ത്യക്കാരൻ ജനിച്ചു വീഴുമ്പോൾ തന്നെ ഒരു കുട്ടിയെ ആദ്യം പഠിപ്പിക്കുക ദൈവത്തിന് കഴിച്ചു കൊടുക്കാനാണ്. ദക്ഷിണ കൊടുത്ത് ദൈവത്തിന് പൂജ കൊടുത്ത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ വരുന്ന മുസ്ലിയാർക്ക് പൂജ കൊടുത്ത് അല്ലെങ്കിൽ വൈദികന് പൈസ കൊടുത്തുകൊണ്ടാണ് ഒരു കുട്ടിയുടെ ജീവിതം തന്നെ തുടങ്ങുന്നത്. അതെ, നമ്മളെ അടുത്ത കാലത്ത് റീയൂസ് അല്ലെങ്കിൽ റീസൈക്കിൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമുക്ക് തിരിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു വലിയ കെട്ടിടം പിന്നെ പഴകി പൊളിച്ചു മാറ്റിയിട്ട് വേറെ കെട്ടിടം, സർക്കാരിന്റെ കെട്ടിടം തന്നെ പൊളിച്ചു മാറ്റാൻ എന്താ ചെയ്യുന്നറിയോ? വലിയ ബിൽഡിംഗ് പിന്നെ മെഷീൻ വന്നു ഇടിച്ച് പൊളിച്ച് തവിട് കൂടിയായിട്ട് എവിടെയെങ്കിലും കൂട്ടുകൊണ്ടിട്ടു. അതേസമയം ആ കെട്ടാൻ ഉപയോഗിച്ചിരിക്കുന്ന 10,000-കണക്കിന് കല്ലുകൾ നമുക്ക് റീസൈക്കിൾ ഉപയോഗിക്കാം, വേറെ വീടിനോ വേറെ എന്തെങ്കിലും കാര്യം ഉപയോഗിക്കാം. ഈ ഹൈവേ വന്ന സമയത്ത്, പുതിയ ഹൈവേ വന്ന സമയത്ത് പൊളിച്ചു മാറ്റിയ കെട്ടിടങ്ങളുടെ മുഴുവൻ മെറ്റീരിയൽസും ഒരു വസ്തു പോലും അതിൽ എടുക്കാതെ കംപ്ലീറ്റ് ചതുപ്പിലോ അല്ലെങ്കിൽ കുളത്തിലോ കൊണ്ടിടുകയും ഡംപ് ചെയ്ത്. അതേസമയം അത് കുറച്ച് സമയമെടുത്ത് അതിൽ കല്ലുകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധാരണക്കാർക്ക് വീട് കെട്ടി കൊടുക്കാൻ വേണ്ടി ഈ ലൈഫ് മിഷൻ പദ്ധതിക്ക് പോലുള്ള വീട് കെട്ടി കൊടുക്കാൻ 10,000-കണക്കിന് വീട് കെട്ടിക്കൊടുക്കാൻ പറ്റുന്ന കല്ലുകൾ മുഴുവനും ഇടിച്ച് പൊടിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ നിർമ്മാണ പിന്നെ വ്യവസ്ഥകൾക്കൊരു മാറ്റം വന്നേ മതിയാകും. ഒരാൾക്ക് കോൺട്രാക്ട് കൊടുത്തു, അയാൾ വലിയ പിന്നെ ഇത് കൊണ്ടുവരുന്നു, ഇടിച്ച് പൊളിച്ച് കൊണ്ടുപോയിരുന്നു. അങ്ങനെ പറ്റില്ല, വിഭവങ്ങളില്ല, എവിടെ കൊണ്ടുവരട്ടെ? അപ്പൊ പാറ തുറക്കാൻ ഇനി കുറച്ചേ ഉള്ളൂ, ചെങ്കലും ഇനി കുറച്ചേ ഉള്ളൂ. ഈ ഇദ്ദേഹം പറയുന്ന സാൻഡ് മൈനിനും ഇതൊന്നും പരിഹാരമല്ല. അപ്പൊ നമ്മൾ നിയന്ത്രണം ഉണ്ടാക്കുക, സർക്കാർ റീസൈക്ലിംഗിലേക്ക് പോകണം, സർക്കാർ നിയന്ത്രണം കൊണ്ടുവരണം. അഴിമതി ഈ പറയുന്ന റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഈ പറയുന്ന കാർ ഉപയോഗിക്കാതെ കരിങ്കൽ വാരി അവിടെ ഇട്ട് ആളെ കണ്ട് പൊടിയിടുന്ന ഈ സംഭവം മാറിയില്ലെങ്കിൽ ഇനി എത്ര കരിങ്കൽ പൊട്ടിച്ചു കൊണ്ടുവന്നാലും നമുക്ക് മതിയാവില്ല. വീടിന്റെ മേലെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒരു പിന്നെ നിയന്ത്രണവും അഴിമതിയും ഉണ്ടാക്കുക, നമ്മൾ കുറച്ച് ചെറിയ വീട് എന്ന കൺസെപ്റ്റിലേക്ക് മാറുക. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞില്ലേ, ഈ ഓലമേഞ്ഞ വീട്, വൈക്കോൽ മേഞ്ഞ വീട്, ആ ഒരു പഴയ കാലത്തിലേക്കുള്ള തിരിച്ചുപോക്ക്. അത് ചെറിയ വീടുകൾ. നിങ്ങൾ ഗോവയിൽ പോയി കഴിഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനന്റ് ഇതുവരെ റിസോർട്ട് വരുന്ന ഫുൾ നമ്മൾ ചെയ്തിട്ടുള്ള റാംഡ് എർത്ത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. റാംഡ് എർത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടുന്ന മണ്ണ്, ഇപ്പം ഞാൻ പറഞ്ഞ CSEBന്റെ പകരം ഈ മണ്ണിനെ തന്നെ നമുക്ക് 3 മീറ്ററിന്റെ ഹൈറ്റിൽ ചുമരായിട്ട് മാറ്റാൻ കഴിയും. അതിൽ നിങ്ങൾക്ക് കോൺക്രീറ്റ് അടിക്കാനും കഴിയും. ഇതിന്റെ പരിശീലനം നേടിയിട്ട് വന്ന ആളാണ്. പക്ഷെ ഇവിടെ നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ പഴയ മൈൻഡ് സെറ്റിലെ ആൾക്കാർക്ക് നമുക്കിത് വർക്ക്ഔട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മളെ ക്ലയൻസിനെ നോക്കുമ്പോൾ നമ്മളൊരു ക്ലയന്റിനെ തേടിയെടുക്കുമ്പോൾ നമ്മൾ എബവ് 50 ആൾക്കാരെ നമ്മൾ അപ്രോച്ച് ചെയ്യാറില്ല. കാരണം അവരായ ഐഡിയോളജീസ് ഉണ്ട്. നമ്മളെ ക്ലയന്റ് ബേസ് നമ്മളൊരു 30 വയസ്സിൽ എൻ്റെ ഫ്രണ്ട് റൂം ഷെയർ ചെയ്ത് പാപ്പൻശ്ശേരിയിൽ വീട് എടുത്തതിൻ്റെ അകത്ത് അവരെ അച്ഛൻ നിർബന്ധിച്ചിട്ട് നമ്മൾ പുറം ചുമര് മാത്രം കരിങ്കല്ലും ഉള്ളിൽ ഫുൾ ലാറ്ററേറ്റും ഉള്ളിൽ ഫുൾ നമ്മൾ യൂസ് ചെയ്തത് ഈ AC ബ്ലോക്കിലാണ്. പുറം ചുമരിൽ ചെയ്ത പ്ലാസ്റ്ററിങ്ങിൻ്റെ അകത്ത് നിന്ന് ഇപ്പം പൂപ്പലും ഫംഗസും വരാൻ തുടങ്ങി. AC ബ്ലോക്ക് അങ്ങനെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ ജിപ്സം പ്ലാസ്റ്റർ ചെയ്ത് മറ്റേത് നമ്മൾ നോർമൽ പ്ലാസ്റ്ററിങ് ചെയ്തു. കാരണം ജിപ്സം പ്ലാസ്റ്റർ വെളിയിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ഈ മൈന്യൂട്ട് സാധനങ്ങൾ നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ കൺസ്ട്രക്ഷൻ കോസ്റ്റ് അത്രയും കുറക്കാൻ പറ്റും. അതൊരു 3000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. അവർ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. ആ വീട് നിലനിൽക്കും, അത് പോവുകയും ചെയ്യും. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം കരിങ്കലിന് വേണം. അപ്പം നിങ്ങൾ ടൈൽ മൊത്തം കൊണ്ടുവരുന്നത് നിങ്ങൾ മോർബിന്നല്ലേ കൊണ്ടുവരുന്നത്? എത്ര ടൈൽ നിങ്ങൾ ഇടുന്നുണ്ടാക്കുന്നുണ്ട്? നിങ്ങൾ അതിൻ്റെ പകരം നിങ്ങൾക്ക് എന്തൊക്കെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുണ്ട്? നമ്മൾ പണ്ട് എന്താണ് കാവി തേച്ചിട്ടല്ലേ പോയത്? ആ കാവിക്ക് എന്തേലും തെറ്റ്? ഞാൻ പറയുന്നത് ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ മെറ്റീരിയൽസ്. അല്ല, നിങ്ങൾക്ക് സസ്റ്റൈനബിൾ വീടിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളൊരു 20 കിലോമീറ്റർ റേഡിയസ് അല്ലെങ്കിൽ 50 കിലോമീറ്റർ റേഡിയസിന് മാത്രം ഞാൻ എൻ്റെ സാധനങ്ങൾ എടുക്കുള്ളൂ എന്ന് തീരുമാനിച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ പരിസ്ഥിതിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സാധനം അത് 50 കിലോമീറ്റേഴ്സിൻ്റെ അകത്ത് കിട്ടുന്ന മെറ്റീരിയലേ ഞാൻ എൻ്റെ വീട്ടിൽ എടുക്കുന്നുള്ളൂ. യെസ്, നമ്മുടെ സമയം തീരുകയാണ്. ഞാൻ കുറേ സമയം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം പ്രേക്ഷകരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ വീടെടുക്കുമ്പോൾ 50 വർഷം 100 വർഷം ജീവിക്കാനായിട്ട് വീടെടുക്കുകയേ ചെയ്യരുത്. കാരണം ഇവരൊക്കെ പറഞ്ഞു വന്നത് ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും ഇപ്പോൾ ഒരു 50 വയസ്സുള്ള ഒരാൾ വീടെടുക്കുമ്പോൾ 50 വർഷം കണ്ട് വീടെടുത്താൽ അവൻ ഈ 50 വർഷം അവിടെ ജീവിക്കാൻ പോകുന്നില്ല. ഓരോ 5 വർഷവും
നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത മാറ്റങ്ങളാണ് നാട്ടിലുടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാനസികമായ മാറ്റങ്ങൾ പറയേണ്ടതില്ല. പണ്ട് നമ്മൾ 200 വർഷം 300 വർഷം 500 വർഷമുള്ള പഴക്കം വരുന്ന വീടുകളിൽ നിർമ്മിച്ചിരുന്നത് അവിടെ ജീവിക്കാൻ അത്രയും മനുഷ്യരുണ്ടായിരുന്നു. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നു. ഒരു വീട്ടിൽ തന്നെ 100ഉം 200ഉം ആളുകൾ താമസിക്കും. ഇപ്പോൾ തലശ്ശേരിയിലേക്ക് മാളിയേക്കൽ, ഓലിയത്ത് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ബംഗ്ല എന്നൊക്കെ പറഞ്ഞ വീടുകളുണ്ട് തലശ്ശേരിയിൽ. ആ വീടുകൾക്കൊക്കെ 40-50 മുറികളുണ്ട്. ആ മുറികളിലെല്ലാം താമസിക്കാൻ അന്ന് ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കറിയാം ബംഗ്ല തറവാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ താമസിക്കാൻ ഒരു ഇസ്ഹാക്ക് മാത്രമേ ഉള്ളൂ. അവിടെ 10-40 മുറികളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും മുറികളും സംവിധാനം ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ അശ്വന്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ആവശ്യത്തിനനുസരിച്ച് ഇത് ഉണ്ടാക്കാൻ നോക്കുക. ഇപ്പോൾ മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോൾ എന്നോടൊക്കെ ഗോകുലം ഗോപാലനൊക്കെ പറയുന്ന ഒരു ഡയലോഗുണ്ട്. എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം, എനിക്ക് 3 ഇഡ്ഡലി കഴിക്കുമ്പോൾ തന്നെ മതിയാവും, അതിൽ കൂടുതൽ ഇഡ്ഡലി കഴിക്കാൻ പറ്റുന്നില്ല. നമ്മൾ വയറിന് ഭക്ഷണം കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ വീടുണ്ടാക്കുമ്പോഴും നമ്മുടെ ഒരു ആവശ്യങ്ങൾ അറിഞ്ഞ് വീടുണ്ടാക്കിയാൽ നാളത്തെ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് കുറേ കരുതി വെക്കാൻ പറ്റും. നമ്മൾ ജീവിച്ചതുപോലെ തന്നെ വരും തലമുറയ്ക്ക് ജീവിക്കാനായി നമ്മുടെ മനോനിലയിൽ കാര്യമായ മാറ്റം വരുത്തണം എന്ന് മാത്രമാണ് ഈ ചർച്ചകളിൽ ഒടുവിൽ നേർരേഖയ്ക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രേക്ഷകർക്കും ഒപ്പം പങ്കെടുത്ത 3 പേർക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം.